കന്യകമറിയാമിന്നുണ്ടാകട്ടെ നല്ലോർമ്മ. നിർമ്മലമാം കന്യാത്വത്തിൽ തിരുമുളമാർന്നു രാജാധീശനിറങ്ങി വസിച്ചവൾ തൻ ഉദരത്തിൽ ഭൂസ്വർഗേ തൽസ്മൃതി വളരട്ടെ. കോട്ടയതായി പ്രാർത്ഥന തീരട്ടെ. നാഥാ ചേർക്കുക ഞങ്ങളെ നിൻ മാതൃ സ്മരണത്തിൽ പാറിക്കുമോ. മനോലം മാതാമനോലം നിർമ്മല കന്യക ധന്യുദരത്തിൽ ഹിതമോദയം ചെയ്തൊരു ദൈവസുതാ സ്തോത്രം ദേ. കർണത്താൽ അവനെ കൈക്കൊണ്ടുദരെ പേറി ഗർഭാശയ കന്യാമുദ്രകളിന്നു നിർഗതനായി ജാതികളെ ലജ്ജാകുലരാക്കി. സ്തുതി അധികം താഴ്മ വരിച്ചോനെ നരനായി രക്ഷ കൊടുത്തവനെ സഭ കീർത്തിക്കുന്നു. ആർത്തിപ്പിൻ ശ്രീകന്മാരെ കർത്താവോടായി ഭിന്നത സഭതൻ സന്താനങ്ങളിൽ ലാതാവാൻ നിങ്ങളതിൽ ചൊല്ലിയതാകും വിശ്വാസത്തെ മായിച്ചിടുവാൻ ദുസ്താർഗികരതിരെ ചുറ്റുന്നു. സത്യമതാമൂശീലാവനം കനകമ്പോൾ ശോധിച്ചിടട്ടെ. വൈദികർ വാഴ്ത്തും ശുദ്ധ സഭയ്ക്കുദയം ചേർത്തോനീ. ക്രൂശിന്മേൽ തലചായിച്ചോൻ വലഭാഗത്തായി മുടിമുടയുന്നതു കണ്ടപ്പോൾ സഹദേന്മാർ നിങ്ങൾ നാനാവിധയാതനയെയും ഘോഷിടാതെ ഗളരുതിരത്താൽ കവിളിമയങ്കങ്ങൾ കുളവാക്കി. പീഡകളെ വെന്നികമശിഹായെ സ്നേഹിച്ചോർ ധന്യന്മാർ നിങ്ങൾ. ഭൂസ്വർഗങ്ങളിലേറുന്നു സ്മരണം നിങ്ങൾക്കായി. പണ്ഡിത വൈദ്യാരോഗാർത്തർക്ക സൗഖ്യമേറ്റിടുവാൻ അധികാരം നൽകി പരൻ. പാർത്താൽ നിന്നസ്തികളത്രേ ഞങ്ങൾക്കഭയം. ഞങ്ങളുടെ യാചന നിൻ പ്രാർത്ഥനയാൽ നൽകിയിടട്ടെ. ആരോഗ്യം വ്യാധിഗ്രസ്തർക്കും വിശ്രാമം പീഡിത ജനതയ്ക്കും ക്ഷമ ഞങ്ങൾക്കും പ്രത്യാഗമനം ദൂരസ്ഥർക്കും. ആഹ്വാനം ചെയ്യുന്നുതവിക്കെത്തുക നാഥ. കലഹിപ്പിക്കുന്നുരകത്തെ ദുഷ്ടൻ വഞ്ചനയാൽ. ഭിന്നത നഭവിധികർത്താക്കളിൽ അവനുളവാക്കി. ധാർമ്മികരെയും വീഴിപ്പാൻ വഴി നോക്കിയിടുന്നു. കർത്താവേ നിൻ കരുണയിലെന്യേ സങ്കേതം ഞങ്ങൾക്കെങ്ങുള്ളൂ. ദുഷ്ടനെ ഞങ്ങളിൽ നിന്നോടിക്കുക നിൻ ശ്ലീവായ. ന്യായാധിപതി അങ്ങേക്കരിശം ചേർത്ത കടത്താൽ എന്തല താഴ്ത്തരുതേ. വിധികേ മോചനയോഗ്യതയില്ലെങ്കിലും എന്നിലിരിക്കും. നിന്തിരുമേയും രക്തവുമോർത്തെന്മേ കൃപ ചെയ്യുക. നിൻ സ്നേഹാൻ ശ്ലീബാ ഞാൻ കൂപ്പി പിഴപോക്കി. നിന്മേരുതിരങ്ങൾ ഹിതമൊടു കരുണാമയനീശോ മമതൽ ഗുഗമുക്തി. ായിൽ മൃതി പൂണ്ടോരേ ആസന്നം പ്രതിഫലമേകും പുനരുദ്ധാനദിനം. കേടന്യേ
കബറുകളിൽ നിന്നും നിങ്ങളെഴുന്നേ അതിവേഗം രാജാത്മജനേതിരേൽപ്പാലത്തും മഹിമാവിൻ നീരാളം ചാർത്തി തിരുമുമ്പിൽ സ്തുതി പാടും നിങ്ങൾ കനിവാലാത സുതജീവപ്രദനെ കൃപ ചെയ്യുക. അതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പൂക്കും നിലവയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ നിൻ കൃപയിൽ മരണമടഞ്ഞിരുന്നാസേനിൻ ജീവാസനമതുണർത്തണമേ കബറിനുദ്യാനത്തിനായി സൗമൻ കാലോസ് കുറിയേലായിസോൻ അതാപകമിരുലോകം മിന്നാധികാരം ശ്രീമായ ജീവിതരേഖ തൻപാൽമോ തീമൃതർക്കേ പാർക്കുമോ സ്വതം ജീവപ്രദനെ കബറിനെ തീടുന്നോനി നിൻ പ്രേക്ഷകതാദിനുമാമനൻ റോഹായിക്കും ഹാലേലൂയ മുറിയോറാകിൻ മേലൈനുവാദാരേ മാതൃവിശുദ്ധ സ്മൃതി സംബന്ധം നൽകുക നാഥ പ്രാർത്ഥനയാൽ പുണ്യമിവർക്കും മൃതരായോർക്കും ഭൂപങ്ങൾ സ്വാതന്ത്ര്യം കാണുന്നതിനായി യാചിക്കുന്നു. നിർമ്മലമാണിക്ക കല്ലി നീ നിന്നിരുദിച്ച ഫലമായോനോടർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കല്ലറവാസം ചെയ്യും മൃതരെ നേടുക ധൈര്യം തൽസന്ദേശം കേൾപ്പീൻ സവിധം പുനരുത്ഥാനം. ദാമ്പത്യത്തിൽ ജഡരേ രൂപം നൽകിയൊരാംഗ്യം ആഹ്വാനത്താൽ അഴിവന്നെ മെയ്യെഴുന്നേൽപ്പിക്കും. ഭാഗ്യവതിക്കും സിദ്ധർക്കും മൃതരാം ഭക്തർക്കും സ്മൃതി ഉയരത്തിലും ഈ സഭയിലും ഉണ്ടായിടട്ടെ. നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധപ്പെട്ടവരെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവരെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി. പാപികളാരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. അഖിലം ഞാൻ ആരാഞ്ഞേറ്റും ദൈവഭയത്തെ മികച്ചൊന്നും ഞാൻ ദർശിച്ചില്ല. സ്നേഹത്താലേ ധാർമ്മികനാം യൗസേപ്പാർന്നു മിസ്രയീം രാജ്യത്വം മഹിതൻ മോശ വിഭാഗിച്ചാൻ വഴിയാൽ വാരീതിയെ ഹാനിയാദ്യന്മാരതിനാൽ അഗ്നിയിൽ നിന്നും രക്ഷിതരായി തങ്കത്തെ കാണാതു കാമ്യം മധുരം മധുരം പാരം ദൈവാരാധനേ സ്നേഹിപ്പോൻ ധന്യൻ പാർക്കുമോ. ബഹോല ബോല ബുറോവൽ റൂഹോ കാദീശോ മനോല
കടലോരം വഴി പോകുമ്പോൾ അന്യോന്യം വെട്ടി തിന്നും മത്സ്യത്തെ ദർശിച്ചാശ്ചര്യം വിസ്മയസഹിതം നിൽക്കുമ്പോൾ ചിന്തിച്ചേവം ഞാൻ ഭുവനെ തമ്മിൽ വിഴുങ്ങുന്നോരുണ്ടി മർത്യരിലും ന്യായവിധിക്കെത്തിടാത്ത ജീവിയ എന്തിനു നിന്നീപ്പൂ കൺമുൻപിൽ വിധി കണ്ടാലും പരനെ വിഴുങ്ങും മാർത്യന്മാർ കുറ്റക്കാരനെ ഏൽക്കുന്നോരന്യൻ മുറിയോറാകേൻ മേലയുവാതാലേ ആദ്രത തോന്നണമേ നാഥ ഈ കർമ്മം കൈക്കൊള്ളണമേ. വൃത്തികളാൽ കർത്താവേ ഞാൻ നിൻ കോപത്തിനു പാത്രമതായി കരുണാബ്ധേ നീ കോപിക്ക സുസ്ഥിരമേ നിൻ നിർമ്മലത വാക്യം പോൽ ജനമെല്ലാം ജലബിന്ദുക്കൾ കോപ്പമത നൈർമല്യത്തെ പാഞ്ചിപ്പാൻ തിന്മയ്ക്കെങ്ങനെ സാധിക്കും. പ്രാർത്ഥന കേട്ടിടുന്നോനെ യാചന നൽകിയിടുന്നോനെ പ്രാർത്ഥനയിൽ പ്രീത്യാസദയം യാചനയെ നൽകിയിടണമേ. ത്തിന്റെ മറവിലിരിക്കുന്നവനും ദൈവത്തിന് നിഴലിൽ മാറ്റപ്പെടുന്നവനുമേ എന്തെന്നാൽ അവൻ വിരോധത്തിന്റെ കണിയിൽ നിന്നും പുറത്ത് സംസാരത്തിൽ നിന്നും നിന്നെ വീണ്ടുകൊള്ളും. രക്ഷിക്കുവാനും ചെറുകളുടെ കീഴിൽ നീ മറയ്ക്കപ്പെടും. അവന് സത്യം തന്നെ ചുറ്റിലും ആയുധമായിരിക്കും. നീ രാത്രിയിലെ ഭയത്തിൽ നിന്നും പകൽ പറക്കുന്ന ആശ്രത്തിൽ നിന്നും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന വചനത്തിൽ നിന്നും ഉച്ചയിലൂതുന്ന കാറ്റിൽ നിന്നും ഭയപ്പെടുകയില്ല. ആയിരങ്ങളും നിന്റെ വലത് ഭാഗത്ത് 10,000 വീഴും. അവൻ നിങ്കിലേക്ക് അടുക്കയില്ല. എന്നാലോ നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണുക മാത്രം ചെയ്യും. ദുഷ്ടന്മാർക്കുള്ള പ്രതിഫലത്തെ നീ കാണും. എന്തെന്നാൽ സ്വന്തം വാസസ്ഥലങ്ങളാക്കിയിരിക്കുന്നു എന്നാൽ എന്റെ ശരണമായ കർത്താവ് നീയാകുന്നു. ദോഷം നിന്നോട് അടുക്കുകയില്ല. ശിക്ഷ നിന്റെ കൂടാരത്തിന് സമീപിക്കുകയുമില്ല. സകല വഴികളിൽ നിന്നെ കാക്കേണ്ടതിനായിട്ട് അവൻ നിന്നെ കുറിച്ച് അവന്റെ മാലാഖമാരോട് കൽപ്പിക്കും. നിന്റെ കാലിൽ നിന്നെ കിടർച്ച ഭവിക്കാതിരിപ്പാൻ അവർ തങ്ങളുടെ ഭുജങ്ങളിൽ നിന്നെ വഹിക്കും. അവൻ എന്നെ അന്വേഷിച്ചതുകൊണ്ട് ഞാൻ അവനെ രക്ഷിച്ച് ബലപ്പെടുത്തും. എന്റെ നാമം അറിഞ്ഞതുകൊണ്ട് അവൻ എന്നെ വിളിക്കും. ഞാൻ അവനോട് ഉത്തരം പറയുന്നൊരുക്കത്തിൽ ഞാൻ അവനോട് കൂടി ഇരുന്ന് അവനെ ബലപ്പെടുത്തി ബഹുമാനിക്കും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും. എന്റെ രക്ഷ അവനെ ഞാൻ കാണിക്കുകയും ചെയ്യും. പർവ്വതത്തിലേക്ക് എന്റെ കണ്ണുകളെ ഉയർത്തും. എന്റെ സഹായക്കാരൻ എവിടെ നിന്ന്? എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ സന്നിധിയിൽ നിന്നാകുന്നു. അവൻ നിന്റെ കാലുകളെ സമ്മതിക്കുകയില്ല. നിന്റെ കാവൽക്കാർ ഉറക്കം തൂങ്ങുകയും. എന്തെന്നാൽ ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുന്നില്ല, ഉറങ്ങുന്നുമില്ല. കാവൽക്കാരൻ കർത്താവാകുന്നു. കർത്താവിന്റെ വലത്ത് കൈ കൊണ്ട് നിനക്ക് നിഴൽ. പകൽ ആദ്യത്തിനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ഉപദ്രവിക്കയില്ല. ദോഷങ്ങൾ നിന്നെ കാത്തുകൊള്ളും. കർത്താവ് നിന്റെ ആത്മാവിനെ കാത്തു. അവൻ നിന്റെ ഗമനത്തെയും നിന്റെ ആഗമനത്തെയും ഇതു മുതൽ എന്നേക്കും കാത്തുകൊള്ളും. ദൈവമേ സ്നേഹിക്കുന്നു. ായ കർത്താവേ നിന്റെ കരുണയുടെ ഇറങ്ങി ഞങ്ങളെ മറിച്ച് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. മഹത്വമുള്ള രാജാവ് ഞങ്ങളുടെ രക്ഷകനുമായ മെസ്സിയാ പറഞ്ഞിരിക്കുന്ന സന്ധിയും പുണ്യമുള്ള രാവ് ഞങ്ങൾക്ക് തരണമേ. നിന്റെ കരുണ ഞങ്ങളെ മറിച്ച് എന്റെ കൃപയാണ് ഞങ്ങൾക്കണമേ. എന്റെ സ്ലീപ ദുഷ്ടൻ അവന്റെ സൈന്യങ്ങളിൽ ഞങ്ങളെ കാത്തുകൊള്ളണം. നിന്നെ പ്രസവിച്ചു പറയാമെന്നെ നിന്റെ പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാ ദൈവമേ ഞങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി ഞങ്ങളോട് തന്നെ ചെയ്യണമേ.
കർത്താവിന്റെ തന്റെ സ്ഥാനത്ത് നിന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. കർത്താവിന്റെ ബഹുമാനം തൽസ്ഥാനത്ത് എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. കർത്താവിന്റെ ബഹുമാനം തൽസ്ഥാനത്ത് എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. വിശുദ്ധിയും മഹത്വമുള്ള അർത്ഥമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. വിശുദ്ധിയും മഹത്വമുള്ള അർത്ഥമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. വിശുദ്ധിയും മഹത്വമുള്ള അർത്ഥമേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്നേക്കും വിശുദ്ധിയും മഹത്വമുള്ളവനാകുന്നു. നീ എന്നേക്കും വിശുദ്ധിയും മഹത്വമുള്ളവനാകുന്നു. നീ എന്നേക്കും വിശുദ്ധിയും മഹത്വമുള്ളവന്റെ തിരുനാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളുടെ ശരണമേ നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് നീ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ യാതൊരു ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുകയും കാണപ്പെടാതെയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങളുടെയും ജനിച്ചവനും പ്രകാശവും സത്യത്തിലുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയാത്തവനും സാരാംശപിതാവിനോട് ബന്ധമുള്ളവനും നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുമനസായ പ്രകാശത്തിൽ നിറങ്ങി വിശുദ്ധമായ ദേവമാതാവിൽ നിന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിലറക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും മതിപ്പാൻ തന്റെ വലിയ മോഹത്തോടെ ഇനി പരിപാലിക്കുന്നവനും തന്റെ രാജാവിന് അവസാനമില്ലാത്തവനുമായ യേശു മെസ്സിഹായ ഏക കർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ്, പിതാവിന് പുറപ്പെട്ട പിതാവിനോട് പുത്രനോടും കൂടെ ബന്ധിക്കപ്പെട്ട സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്ത്രീയന്മാരും മാത്രം സംസാരിച്ചതുമായ ജീവനും വിശുദ്ധിയുമുള്ള റുഹായിലും അതൊരു സ്ലൈഹികമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒരിക്കൽ മാത്രം നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ ഉയർപ്പിനും പരിപാലിക്കുന്ന ലോകത്തിലെ പതിനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. മാർക്കുമോർ സമൻകാലോസ് കുറിയേരായിസു. സ്തുതിയുടെ രാജമകൾ ഹാലേലുയ്യായ ഹാലേലുയ്യ നിൻവലമായ രാജപാമിനിയും മിന്നഴകരൻ മോഹിപ്പാൻ ഹാലേലുയ്യായ ഹാലേലുയ്യ നിൻ ജനമോർക്കായിക പിതൃഗ്രഹവും പാലിക്കുമോ ഞങ്ങളിൽ അറിവന്ന പകലപേക്ഷയാണ് കേണം സൗമൻ കാലോസ് കുറിയേലായിസോ സ്മരണം വരദായകമാകാതൽ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട പാറിക്കുമോ ദൈവപ്രസവേത്രീ കന്യകമറിയാമിൽ ഉയരുന്നോയാറിൽ സുഖപരിമളധൂപം മാതൃജനത്തിൻ പ്രാർത്ഥനയും അടികളെയും നിൻ കോപത്തിൻ വഴികളെയും വായിച്ചിടേണം. നീതിമാൻ പന പോലെ തളർത്തിടമേ ഹാലേലൂയ. വളരും അവൻ ലബനോൻ കാരകിൽ പോലിട്ടു തഴച്ചിടുമേ ഹാലേലൂയ. വർദ്ധിക്കുമോർ ദുഷ്ടികളും പാറിക്കുമോ മനോലം മാതാമനോലം പോലിംഗം മാർത്തോമാസ്ലിഹ മേലും നിന്നോർമ്മ ഉദകണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കായി സൗമൻ കാലോസ് കുറിയേലായിസോ. പ്രാർത്ഥനയൻ സമയമിതല്ലോ മോർ ഗ്രീഗോറിയോ തലയായി പ്രാർത്ഥിക്കാം. ഇമ്പമെഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആളുകളെ
കാതീശോ നിന്നെ വരിച്ചൊരു ദാതനും മാദിവനാസ്യോ നിന്നോർമ്മയെ ബഹുമാനിച്ച സുതനും സ്തോത്രം. നിന്നെ മുടി ചൂടിടുന്ന റൂഹാവന്യൻ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും മുറിയോറാകേന്മേലുവാതാറേ. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി. അടികളെയും തൻ കോപത്തിൻ വടികളെയും മായ്ച്ചിടാം. മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസനമതുണർത്തണമേ ോൻ രാജാ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ ഹൃദയമേവർക്കും നൽകുന്നു. കബറുകളിൽ നിന്നവരവരോടെഴുന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു. പാറിക്കുമോ എന്റെ ശരീരം ഭക്ഷിച്ചൻ രക്തം പാനം ചെയ്യോ പാളത്തിൽ പോകാൻ ജീവിപ്പാൻ അന്നത്തെട്ടു മരിച്ചത് ഞാൻ എന്നും കാർത്ത തന്നരുളിന്നു മഹത്വം മുറിയോടാകെ മേലെ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ ഒന്നിനു വരുവാനിരിക്കുന്നവരും മരിച്ചനുകൂലമാക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശരികളും ആത്മാക്കളും ശരിയായിട്ട് നിങ്ങൾ ചൊറിയുമാറാകണമേ. ആമേൻ. Please be seated. അഭിവന്യ തിരുമനസ്സുകൊണ്ട് ഇന്ന് ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മോടുകൂടെ ആയിരിക്കാൻ ഇടയായതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. തിരക്കുള്ള സമയത്താണെങ്കിലും പ്രത്യേകിച്ച് ഈ കുടുംബത്തോടുള്ള തിരുമേനിയുടെ പ്രത്യേക വാത്സല്യം, നമ്മുടെ ഇടവകളോടുള്ള പ്രത്യേക വാത്സല്യം, ഇടവകളോടുള്ള വാത്സല്യം കൊണ്ടും തിരുമനസ്സുകൊണ്ട് ഇവിടെ വന്നതിൽ പ്രത്യേകമായ ഞങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ശുശ്രൂഷ കഴിഞ്ഞ് തിരുമേനിക്ക് തിരികെ പോകേണ്ടതുകൊണ്ട് അഭിവന്യ തിരുമനസ്സുകൊണ്ട് ഇപ്പോൾ ദൂത് തരുന്നതും അതിനുശേഷം അഭിവന്യ തിരുമനസ്സുകൊണ്ട് തിരിച്ചു പോകുന്നതുമാണ് എന്നുള്ളത് അറിയിക്കും. ത്രിയേക ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. വന്യരായ വൈദിക സഹോദരന്മാരെ, സഹോദരീ സഹോദരങ്ങളെ, സംതൃപ്തരായ കുടുംബാംഗങ്ങളെ, പലപ്പോഴും വാക്കുകൾക്ക് പ്രസക്തിയില്ലാതെയും അർത്ഥം നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസരങ്ങളിലൊന്നാണ് ഇങ്ങനെയുള്ള അവസരങ്ങൾ. പലപ്പോഴും ആവശ്യപ്പെടും, തിരുമേനി ആശ്വാസ വാക്കുകൾ പറയണം. പക്ഷെ വാക്കുകൾക്ക് ആശ്വാസം കൊടുക്കുവാൻ കഴിയാത്ത സന്ദർഭങ്ങളാണ് ഇതൊക്കെ. മരണം സുനിശ്ചിതമാണ്. മനുഷ്യൻ്റെ മനസ്സിൽ മരണത്തെക്കുറിച്ച് ചില സങ്കല്പങ്ങളുണ്ട്. കുറച്ച് പ്രായമൊക്കെ ആയി, ഒരു വാർദ്ധക്യത്തിലൊക്കെ എത്തി, കുറച്ച് നാൾ സുഖമില്ലാതൊക്കെ കിടന്ന് മെല്ലെ അങ്ങ് മരിക്കണം. നമ്മുടെ പദ്ധതികളിലല്ല പലപ്പോഴും ഈ സന്ദർഭങ്ങളൊന്നും തന്നെ നടക്കുന്നത്. ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ 7 മരണങ്ങളെക്കുറിച്ച് ഞാൻ അറിയാനിടയായി. അതിൽ ഏറ്റവും ഇളയവനാണ് ഇപ്പോഴിവിടെ കിടക്കുന്നത്. ഈ
ഞാൻ എപ്പോഴും ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് സുജിതച്ഛനോട് പറയായിരുന്നു, എൻ്റെ പ്രായക്കൂടുതൽ കൊണ്ടുകൂടായിരിക്കും 34 വയസ്സിൽ മെത്രാച്ചനായ സമയത്ത് 40 വയസ്സുള്ള ഒരാൾ മരിക്കുന്നത് കാണുന്നത് എന്നെക്കാളും പ്രായമുള്ള ഒരാൾ മരിക്കുന്നതായിട്ട്. അപ്പോഴതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല മനുഷ്യന്. ഇപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് 60 വയസ്സായി, 40 വയസ്സുള്ള ഒരാൾ മരിക്കുന്നുണ്ട്. ഈസിൻറ്റ് ടു യങ് ടു ഗോ? ഇത് എപ്പോഴും നമ്മുടെ മനസ്സിലുള്ള ഒരു ചിന്തയാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, we set our own expectations about death. We think that this is the way it should be, but it never goes that way. The only certain thing about human life is the uncertainty. We all think that, okay, this is what am I going to do tomorrow. This is my retirement plan. This is my will. These are my plans. കർത്താവ് പറഞ്ഞത് ഓർപ്പിച്ചതുപോലെ, ഇന്ന് നിൻ്റെ ജീവനെ ചോദിച്ചു കഴിഞ്ഞാൽ what purpose does it serve? This is something like that. God decided, that's all. I always say in this kind of situations, the only thing we comprehend now is the incomprehensibility. മനസ്സിലാക്കുവാൻ ശ്രമിക്കും തോറും മനസ്സിലാകില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ദൈവഹിതം എന്തോ അത് സംഭവിക്കുന്നു, അതിന് നമ്മൾ വിധേയപ്പെടുന്നു. ഈ സമയത്ത് വളരെ അടുപ്പമുള്ള കുടുംബങ്ങളാണിത്. അതുകൊണ്ട് തന്നെ ആ ദുഃഖം ഒരു പരിധി വരെ, അച്ഛൻ ഞായറാഴ്ച ഞാൻ എൻ്റെ യാത്രയ്ക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് വിളിച്ചു പറഞ്ഞത്. അയ്യോ എന്നാണ് ആദ്യം. സാധാരണ ഒരു മരണവാർത്ത കേൾക്കുന്ന പോലല്ല, കാരണം അടുപ്പവും പരിചയവും ഒക്കെ ഉള്ളപ്പോൾ അതിനകത്തൊരു വ്യക്തിതല ദുഃഖത്തിൻ്റെ അനുഭവമുണ്ട്. അപ്പം ഈ സമയത്ത് ഈ ദുഃഖം ഒരു പരിധി വരെ എൻ്റെ വ്യക്തിപരമായ ദുഃഖം കൂടിയാണ്. ആ ദുഃഖം നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നു. പിന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളവും നമ്മുടെ വിശ്വാസത്തിൽ സഭയിൽ തുടർന്നും സഭാഗാത്രത്തിലുള്ള തൻ്റെ പങ്കാളിത്തം ഈ മകനെ സംബന്ധിച്ചിടത്തോളം തീരുകയല്ല. പുതിയൊരു ഘട്ടത്തിൻ്റെ ആരംഭമാണിത്. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിൽ തുടർന്നും നമ്മളോടൊപ്പം ആരാധിക്കുന്നു, നമ്മളോടൊപ്പം വിശുദ്ധ കൂദാശകളിൽ സംബന്ധിക്കുന്നു, ഒരു നിത്യസാന്നിധ്യമായി നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുമെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കൊരു പരിധി വരെ കുറച്ച് ആശ്വാസം നൽകുന്നു. സമയം പലപ്പോഴും ദുഃഖത്തിൻ്റെ ആഴം കുറയ്ക്കും. പക്ഷേ ഉണ്ടായ വേർപാടിൻ്റേതായ വിടവ് ഒരിക്കലും നികത്തപ്പെടുകയില്ല. ആ മുറിവ് കുറച്ച് ഉണങ്ങുമെന്ന് മാത്രം. ആ വിടവ് ഉണക്കുവാനും മുറിവ് ഉണക്കുവാനും ആശ്വാസം പകരുവാനും ആശ്വാസദായനായ പരിശുദ്ധ റൂഹായുടെ സാന്നിധ്യം ഈ കുടുംബത്തിനും നമുക്ക് ഓരോരുത്തർക്കും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കിയാണ്. നിങ്ങളേവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പോവാനായിരിക്കും നാളെ. ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുന്നു. സ്നേഹമേ
കാണാൻ ആഗ്രഹിക്കുന്നവർ വന്നിട്ട് ഈ നടുക്ക് ഭാഗത്തൂടെ പുറത്തേക്ക് ആനന്ദക്കൂട്ടരെ കാണുന്നല്ലോ. ആമോദത്താൽ തിങ്ങിയാശ്ചര്യമോടവൻ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുന്നു. തങ്കതിരുമുഖം കാണാൻ കൊതിച്ചവർ ഉല്ലാസമോടിത നോക്കിയിടുന്നു. തൻകൈകളാ കണ്ണുനീരെല്ലാം താതൻ താൻ എന്നേക്കുമായി തുടച്ചിതല്ലോ. പൊൻവീണകൾ ധരിച്ചാമോദപൂർണരായി കർത്താവിനെ സ്തുതി ചെയ്യുന്നവർ കുഞ്ഞാടിന്റെ രക്തം തന്നിൽ തങ്ങളി നന്നായി വേളുപ്പിച്ച കൂട്ടേറിയവർ പൂർണ്ണവിശുദ്ധരായി തീർന്നവരേശുവിൻ തങ്കരുതിരത്തിൻ ശക്തിയാലേ തങ്കീടങ്ങൾ തങ്ങൾ ശിരസിന്മേൽ വെണ്ണീലയങ്കിതരിച്ചോരിവർ കയ്യിൽ സ്തുതി പാടിയിട്ടാനന്ദമോടാർത്തിയിടുന്നു. ചേർന്നിടുമേ വേഗം ഞാനും ആ കൂട്ടത്തിൽ ശുദ്ധരോടും നീച്ചങ്ങാനന്ദിപ്പാൻ. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എൻ്റെ നാഥൻ്റെ സന്നിധൗ ചേർന്നാൽ മതി. കർത്താവേ വിശ്വാസപ്പോരിൽ തോൽക്കാതന്നെ അവസാനത്തോളം നീ നിർത്തേണമേ. ആകാശമേ കത്തിൽ കാഹളനാദത്തിൽ അടിയാനും നീൻ മുന്നിൽ കാണേണമേ. ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു വിശ്വാസകണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ എൻ്റെ
ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോട് ഞാൻ യേശുവേ വാഴ്ത്തിയിടുമേ. ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോട് ഞാൻ യേശുവേ വാഴ്ത്തിയിടുമേ. മായയിമ്പം വീടുന്നേ എന്റെ ലോകസുഖങ്ങളെല്ലാം നായകനാ എന്റെ മന്നനെ ഓർത്തു ഞാൻ തിരുനാമത്തിനായി. നായകനാ എന്റെ മന്നനെയോ ഞാൻ തൻ തിരുനാമത്തിനായി. സ്വർഗഭാഗ്യ ഓർക്കുമ്പോ എന്റെ നീക്കുന്നേ തുള്ളിക്കളി ചെന്റെ സന്തോഷരാജ്യത്തിൽ ഞാൻ ചേർന്നിടുമേ. തുള്ളിക്കളി ചെന്റെ സന്തോഷരാജ്യത്തിൽ ഞാൻ ചേർന്നിടുമേ. ഓരോ ദിവസവും ഞാൻ എന്റെ പ്രിയനെ നോക്കിക്കൊണ്ട് നേരായ പാതയിൽ സേവനം ചെയ്തുരന്മാരോടാണ് ഞീടുമേ. നേരായ പാതയിൽ സേവനം ചെയ്തുരന്മാരോടാണ് ഞീടുമേ. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ എന്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോട് ഞാൻ യേശുവേ വാഴ്ത്തിയിടുമേ. ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോട് ഞാൻ യേശുവേ വാഴ്ത്തിയിടുമേ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നു എന്നോ എന്റെ ദാതൻ ചെയ്യുകയില്ല.
എന്നെ അവനറിയിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. ലോകസുഖമെന്നു തരും ആവേശമായി ബാലൻ സൗഭാഗ്യമുള്ള ജീവൻ കഷ്ടതയിൽ വർദ്ധിക്കുന്നു. സൗഭാഗ്യമുള്ള ജീവൻ കഷ്ടതയിൽ വർദ്ധിക്കുന്നു. ജീവിതത്തിൽ വന്നു വേണ്ട കാഴ്ചയുടെ ശോഭ വേണ്ട. കൂടാരത്തിൻ മുറി പോലെ ക്രൂശിൻ നിറം മാത്രം മതി. കൂടാരത്തിൻ മുടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി. ഉള്ളിലെനിക്കെന്തോ സുഖം വേദസ്വരം കൂടാരത്തിനകത്തുണ്ട് രക്ഷകനായും ഉണ്ടാവീടേ. കൂടാരത്തിനകത്തുണ്ട് രക്ഷകനായും ഉണ്ടാവീടേ. ഭക്തന്മാര സഹോദരർ വീഴക്കുറവ് കൂടെയുണ്ട്. പ്രാർത്ഥനയിൽ ദുർബലമുണ്ട്. മേശമേലൻ അപ്പമുണ്ട്. പ്രാർത്ഥനയിൽ ദുർബലമുണ്ട്. മേശമേലൻ അപ്പമുണ്ട്. ദുരാകാരത്തിലെന്നെ മുമ്പിൽ യേശുവിനെ കാണുന്നു ഞാൻ. യാഗപീഠമാവനത്രേ എന്നും എൻ്റെ രക്ഷയാകൻ. യാഗപീഠമാവനത്രേ എന്നും എൻ്റെ രക്ഷയാവൻ. ദിനംതോറും പുതുക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ സ്വച്ഛജലം വച്ചിട്ടുള്ള പിത്തള തൊട്ടിയുമുണ്ട്.
പച്ചജലം വെച്ചിട്ടുള്ള തൊട്ടിയുമുണ്ട്. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമാക്കുന്നില്ല. എപ്പോഴെന്റെ കർത്താവിനെ ഒന്നു കാണുമെന്നേയുള്ളൂ. എപ്പോഴെന്റെ കർത്താവിനെ ഒന്നു കാണുമെന്നേയുള്ളൂ. ദുഃഖത്തിൻ്റെ പാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. Let me welcome Reverend Father M.V. Abraham. Abraham Achin is a pastor to all of us and also the pastor of the St. Thomas Evangelical Church. And I respectfully invite Achin to share a few words of condolences with us. കർത്താവിൽ പ്രിയരെ, അപ്രതീക്ഷിതമായിട്ടുള്ള വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന ലാജിയുടെ പ്രിയ ഭാര്യ, കുഞ്ഞുങ്ങളെ, പേരൻസ്, അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയനായിരിക്കുന്ന സിബിയച്ചനും രുചി കൊച്ചമ്മയും കുഞ്ഞുങ്ങളെയും ദൈവമായ കർത്താവ് ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞങ്ങളെ പ്രാർത്ഥിക്കുകയും ഞങ്ങളുടേതായിട്ടുള്ള കണ്ടോളൻസസ് അറിയിക്കുകയും ചെയ്യുന്നു. വേദപുസ്തകത്തിൽ നാം വായിക്കുന്ന ആളുടെ സമയത്ത് അതാണല്ലോ നമ്മുടെ ആശ്വാസം. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യത്യസ്തമായിട്ട് നിലപാടാണ് മരണത്തോടും മരണാനന്തര ജീവിതത്തോടും സമീപിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ ദൈവം നമുക്കൊരു വലിയ പ്രത്യാശ തന്നിട്ടുണ്ട്. ആ പ്രത്യാശ എന്ന് പറയുന്നത് ഊഹാപോഹത്തെ ആശ്രയിച്ചിരിക്കുന്നതല്ല. നമുക്കിഷ്ടമുള്ള ഒരു ടീം നാളെ കളി നടക്കുന്നെന്നൊരിക്കൽ, ഫുട്ബോൾ നടക്കുന്നെന്നൊരിൽ നമുക്കിഷ്ടമുള്ള ടീം ജയിക്കുമെന്ന് നമ്മൾ വിചാരിക്കുക, അത് ഊഹാപോഹമാണ്. എന്നാൽ അങ്ങനെയല്ല. പ്രത്യാശയെ സംബന്ധിച്ചിടത്തോളം വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത് നിശ്ചയമാണ്. പ്രയാസങ്ങൾ വരുന്ന സമയത്ത് പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല എന്നൊരു ഒമ്മാലയത്തിൽ നമ്മൾ കാണുന്നു. അതുപോലെ പ്രത്യാശ ശക്തിപ്പെട്ട് വർദ്ധിച്ചു വരികയാണ്. പ്രത്യാശ നമുക്ക് നിശ്ചയമുണ്ട്. ഈ പ്രത്യാശയുടെ നങ്കൂരം തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്കാണ്. ഈ പ്രത്യാശ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ദൈവമക്കൾക്കുള്ളതാണ് വലിയ പ്രത്യാശയാണ്. അതുകൊണ്ട് അത് തന്നെയല്ല, ദൈവത്തിൻ്റെ വരത്തിൽ കാണുന്ന സമയത്ത് ഒരിക്കലും മരിക്കും. പിന്നെ ന്യായാധിപൻ ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ചില വർഷങ്ങൾക്ക് ശേഷം നമ്മളെല്ലാവരും ഈ പള്ളിയിൽ വന്നാൽ, ഈ സ്ഥാനത്ത് വന്നാൽ നമ്മളാരും കാണുകയില്ല. ഒരു 100 വർഷം കഴിഞ്ഞ ശേഷമാണെന്ന് ഒരു സാധാരണഗതിയിൽ ചിന്തിച്ചാൽ നമ്മളാരും കാണുകയില്ല. കാരണം ദൈവം നിയമിച്ചിരിക്കുന്നതാണ് നമ്മുടെ അന്ത്യം എങ്ങനെയായിരിക്കണം എന്നുള്ളത്. എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നാം അതിനു വേണ്ടി ഒരുങ്ങണം, നിത്യയ്ക്ക് വേണ്ടി ഒരുങ്ങണം എന്നുള്ളത് ദൈവത്തിൻ്റെ മധ്യത്തിൽ കാണുന്ന ഒരു കാര്യം കൂടെയാണ്.
അതുകൊണ്ട് ദുഃഖത്തിൻ്റെ സമയത്ത് നമ്മൾ ദുഃഖിക്കുന്ന സമയത്ത് അതിൽ തെറ്റില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയും ലാസറിൻ്റെ കല്ലറയ്ക്കലേക്ക് ചെന്ന് നിന്ന് താൻ ലാസറിനെ ഉയർപ്പിക്കുവാൻ പോകുന്നതിനോട് അറിയാമായിരുന്നിട്ടും ചില ദിവസങ്ങളിലേക്ക് ദുഃഖിച്ച് കണ്ണീർ വാർത്തു എന്നാണ് കാണുന്നത്. അതുകൊണ്ട് ദുഃഖം എന്ന് പറയുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തെറ്റല്ല. അതിന് അപ്പുറത്തായിട്ട് നമുക്ക് വലിയ പ്രത്യാശയുണ്ട്. പ്രിയ അച്ഛനെയും കുടുംബത്തെയും എനിക്ക് വളരെ നാളുകളായിട്ട് അറിയാം. ആ ഒരു ബന്ധത്തിൽ കൂടിയാണ് ഞാൻ ഇവിടെ വരുവാൻ കാരണമായി തീർന്നത്. നീ അവരെ എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും പ്രത്യാശ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്രതീക്ഷിതമായിട്ട് കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് നാം ഒരു കാര്യം മനസ്സിലാക്കണം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടിയായിരിക്കും നാം അറിയുന്നു. എൻ്റെ നന്മോശം എന്തെന്ന് നമുക്കറിയില്ലെന്നൊരു ഒരു കാര്യം നിശ്ചയമാണ്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപിക്കുന്നു. അതുകൊണ്ട് ഈ പ്രത്യാശയിൽ വർദ്ധിച്ചു വരുവാനും ഇതിൽ ആശ്വസിപ്പാനും പ്രിയപ്പെട്ടവരെ ദൈവം ശക്തീകരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ കൂടി നടക്കുന്ന ആളുടെ ഇടവേളയും അനുശോചനം ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി തുടർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രത്യേകമായിട്ട് ഉറപ്പുവരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. േശു മഹാരാജ സന്നിധിയിൽ ലോകമേനിക്കൊരു ശാശ്വതമല്ലെന്നൻ സ്നേഹം നിറഞ്ഞേശു ചൊല്ലിയിട്ടുണ്ട്. പല കഷ്ട സങ്കടങ്ങൾ വന്നിടുന്നു. കർത്താവേ നീ എൻ്റെ ക്ലേശം ലേശമില്ല. വിശ്വാസപൂരം ചേരുവ ചുക്കാൻ പിരിക്കണേ പൊന്നുനാഥ. എന്നാവേ നിന്നിൽ ചാഞ്ചല്യമെന്തേനു ഭാഗായി താഴ്വരയാത്രേ ഇത്. സിയോൻ പുരി തന്നിൽ വേഗനാമു കേട്ടിട്ടാന് ദോക്കണ്ണു നീ വീട്ടിടാമേ. കൂടാരവാസികളാകും നാടു വീടന്നോ നാടെന്നോ ചൊൽവാനെന്ത്. കൈകളാതെ കാത്ത വീടൊന്നു താൻ വീടേ ദാവുക്കായി വച്ചിട്ടുണ്ട്.
കരുണയുള്ളീശൻ താവൂക്കായി ഏറ്റവും കൃപ നൽകി പാലിച്ചിടും. കർത്താവേ, നീ വേഗം വന്നിടണേ. മഹാദുഃഖം. Holy Bible reading. Bless you. The reading is from John chapter 11, verses 32 to 46. When Mary came where Jesus was and saw him, she knelt at his feet and said to him, "Lord, if you had been here, my brother would not have died." When Jesus saw her weeping, and the Jews who came with her also weeping, he was greatly disturbed in spirit and deeply moved. He said, "Where have you laid him?" They said to him, "Lord, come and see." Jesus began to weep. So the Jews said, "See how he loved him." But some of them said, "Could not he who opened the eyes of the blind man have kept this man from dying?" Then Jesus, again greatly disturbed, came to the tomb. It was a cave, and a stone was lying against it. Jesus said, "Take away the stone." Martha, the sister of the dead man, said to him, "Lord, already there is a stench because he has been dead 4 days." Jesus said to her, "Did I not tell you that if you believed, you would see the glory of God?" So they took away the stone, and Jesus looked upward and said, "Father, I thank you for having heard me. I knew that you always hear me, but I have said this for the sake of the crowd standing here, so that they may believe that you sent me." When he said this, he cried with a loud voice, "Lazarus, come out." The dead man came out, his hands and feet bound with strips of cloth, and his face wrapped in a cloth. Jesus said to them, "Unbind him and let him go." Many of the Jews, therefore, who had come with Mary and had seen what Jesus did, believed in him. But some of them went to the Pharisees and told them what he had done. കർത്താവിൽ പ്രിയ വൈദികരെ, വിശ്വാസികളെ, this is a very, very difficult time that we have to pass through when we know the situation is beyond human control. Our emotions run very high. We become very, very stressed out as far as we, the priests and the families, are concerned. For the past 1 week, we have been all going through very, very stressed time. First of all, on behalf of this parish, I would welcome you all to this evening's morning time as well as a prayerful time. Considering Lajy's live participation in the parish, considering his age and what he meant to us all personally, his departure is indeed a very serious loss, not only to the family but also to the parish. Anu is like my daughter because Anu and Anish's parents passed away a few years ago, both of them, and I adopted that family. So it was all the more difficult to accept this reality. For the last 1 week, it was through the prayer
and our trust in the living God who is capable to lead us into the future in spite of everything that goes against us. എന്ത് കഷ്ടത വന്നാലും അതിൽ കൂടെ നമ്മെ നാവിഗേറ്റ് ചെയ്യുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് മാത്രമായിരുന്നു ഞങ്ങൾക്കൊക്കെ ആശ്രയമായിരുന്നു. ഈ ഇടവകയിലും ബഹുമാനപ്പെട്ട സുബിയച്ചൻ സെർവ് ചെയ്യുന്ന സെൻറ്റ് ജോൺസ് ഇടവകയിലുംപ്പെട്ട അനേകരും ഈ ദിവസങ്ങളിലൊക്കെ വന്ന് വീട്ടിൽ ഉണ്ടായിരുന്ന പ്രാർത്ഥനയെ സംബന്ധിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. താൽക്കാലികമായ ആശ്വാസമൊക്കെ നമുക്ക് പറയാം. നല്ല നിത്യമായ ഒരാശ്വാസം അവർക്ക് ലഭിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയുമ്പോൾ മാത്രമാണ്. ഈ ദിവസങ്ങളെല്ലാം നിങ്ങൾ തുടർന്ന് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകം ഞാൻ അപേക്ഷിക്കുന്നു. പ്ലീസ് കണ്ടിന്യൂ ടു പ്രേ ഫോർ ദിസ് ഫാമിലി ബിക്കോസ് ദെയർ സോറോ is not going to come to an end in one day, in month, or a year. It will continue for a long time. Once again, on behalf of our parishes and the bereaving families, I welcome you all into this very serene atmosphere in this church. We have several people to speak about Lajy, who was a very good friend to many, many people, and they are here to share their thoughts as well. We have some clergy as well, and reminiscences will continue even tomorrow as well. I now call upon Reverend M.E. Abraham, Saji Chakowachan, who is also going through another bereavement situation. Mr. Skaria, who just passed away. That wake is going to take place Sunday evening and funeral Monday morning. We also express our condolences to your parish as well. We are all sharing that sorrow. Sajjan will share our thoughts. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള ആചാര്യ ശ്രേഷ്ഠന്മാരെ, വേർപാടിൻ്റെ വേദനയിലായിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, സർവശക്തനായ ദൈവം സ്വർഗീയമായ സമാധാനം കൊണ്ട് എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ ലാജിയുടെ ജനന വർഷവും എൻ്റെ ജന്മവർഷവും സെയിമാണ്. എന്നാൽ എന്നേക്കാൾ വളരെയധികം ലാജിയെ ദൈവം സ്നേഹിച്ചു. അതുകൊണ്ട് തൻ്റെ അടുത്തേക്ക് വളരെ വേഗം ദൈവം സ്വീകരിച്ചു. പ്രിയപ്പെട്ട കുര്യാക്കോസ് ഓർമ്മിപ്പിച്ചതുപോലെ വേർപാടിൻ്റെ വേദന ഒരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ നികത്തുവാൻ കഴിയുന്നതല്ല. അതിൻ്റെ ആഴം വളരെയധികമാണ്. എന്നാൽ നമുക്ക് പ്രത്യാശിക്കുവാൻ ഒരു ഇടം മാത്രമേ ഉള്ളൂ, സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധി. ബുദ്ധിമാനും മഹാനുമായിരുന്ന ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു, അക്ബർ. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ ഒരു സഹായകനായിരുന്നു ബീർബൽ. ഈ അക്ബർ ചക്രവർത്തി ബീർബലിനോട് പറഞ്ഞു, എനിക്ക് ദുഃഖം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും വായിക്കുവാനായിട്ട് ഒരു വാചകം നീ ഭിത്തിയിൽ എഴുതി വെക്കണം. ഈ ബീർബൽ ഒട്ടും ആലോചിക്കാതെ ഭിത്തിയിൽ എഴുതി വെച്ചു, ഈ നിമിഷവും കടന്നു പോകും. ദുഃഖം വരുമ്പോൾ അക്ബർ ചക്രവർത്തി അതിലേക്ക് നോക്കും, ഈ നിമിഷവും കടന്നു പോകും, എത്ര നല്ലതാണ്. സന്തോഷം വരുമ്പോൾ അതിലേക്ക് നോക്കും, ഈ നിമിഷം കടന്നു പോകും. അപ്പോൾ അദ്ദേഹം വിചാരിക്കും, കരുതും, ഈ സന്തോഷമൊന്നും അധികകാലം നിലനിൽക്കുന്നതല്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലാജി ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടുവെങ്കിൽ നാളെ അടുത്ത നിമിഷം
ഞാനും നിങ്ങളുമൊക്കെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ടവരാണ്. നമുക്ക് ഈ ഭൂമി ശാശ്വതമല്ല. എപ്പോഴും നമ്മൾ അത് വിചാരിക്കുക. ഇന്ന് ഞാനാണെങ്കിൽ നാളെ നീയാണെന്നുള്ള വലിയ സത്യം ഈ ലോകത്തോട് മരണം വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടുവെങ്കിലും ഒരു വലിയ പ്രത്യാശയിൽ ജീവിക്കുവാൻ കഴിയണം. സർവശക്തനായ തമ്പുരാന്റെ സന്നിധിയിൽ വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയിൽ. പ്രിയപ്പെട്ട അനുവിനെ സർവശക്തനായ ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ശ്രീ വർഗീസ് അച്ഛനെയും കുടുംബത്തെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സർവശക്തനായ ദൈവം സ്വർഗീയമായ അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ജീവിക്കുന്ന ഒരു കർത്താവുണ്ട്. ഉറേസയിൽ കുഷ്ഠരോഗികളുടെ മധ്യത്തിൽ ശുശ്രൂഷ നിർവഹിച്ച അനുഗ്രഹീതനായ ദൈവദാസനായിരുന്നുവല്ലോ ഗ്രഹാം സ്റ്റെയിൻസ്. ഗ്രഹാം സ്റ്റെയിൻസിനെയും ഫിലിപ്പിനെയും തിമോത്തിയെയും ആ വില്ലേജിലുള്ള ആളുകൾ തന്നെ ഒരു ജീപ്പിലിട്ട് കത്തിച്ച് കൊല്ലുകയാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലെ വില്ലേജിൽ ലെപ്രസി പീപ്പിളിന്റെ അടുക്കൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്നവരാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഗ്ലാഡി സ്റ്റെയിൻസിനോട് മീഡിയാസ് ചോദിച്ചു, ഇത്രയേറെ സർവീസ് ചെയ്യാനായിട്ട് ഈ രാജ്യത്തേക്ക് വന്നിട്ട് നിങ്ങളെ ഇവർ ഉപദ്രവിച്ചില്ലേ? നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ഇവർ കൊന്നില്ലേ? എന്താണ് ഇവരോട് പറയാനുള്ളത് മറുപടി? അപ്പോൾ ഗ്ലാഡി സ്റ്റെയിൻസ് പറയുകയാണ്, ബിക്കോസ് ഹി ലിവ്സ് ഐ ക്യാൻ ഫേസ് ടുമോറോ. എൻ്റെ യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാൻ നാളെ അഭിമുഖീകരിക്കും. പ്രിയപ്പെട്ടവരെ, കുറേ ക്വസ്റ്റ്യൻ ഓർമ്മിപ്പിച്ചു. ഈ ലോകത്തിൽ ഒന്നും നമുക്ക് സമാധാനം നൽകുകയില്ല, നമുക്ക് ആശ്വാസം നൽകുകയില്ല. എൻ്റെ യേശു ജീവിക്കുന്നത് കൊണ്ട് നാളെ അഭിമുഖീകരിക്കും. പ്രിയപ്പെട്ട അനുവിനും പ്രിയപ്പെട്ട ബന്ധുമിത്രാദികൾക്കും ഈ വേർപാടിന്റെ വേദനയിലായിരിക്കുന്ന എല്ലാവർക്കും ആശ്വസിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരട്ടെ. നമ്മളെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു യേശുവുണ്ട്. ആ യേശു ഉള്ളത് കൊണ്ട് ഏത് പ്രതിസന്ധികളുടെ മധ്യത്തിലും ഏത് പ്രയാസങ്ങളുടെ മധ്യത്തിലും അതിനെ അതിജീവിക്കുവാൻ തക്കവണ്ണം ആ സർവശക്തനായ തമ്പുരാൻ നമുക്ക് കരുത്ത് നൽകും. വേർപാടിന്റെ വേദനയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഫിലദൽഫിയ എക്യുമെനിക്കൽ ഫെലോഷിപ്പിന്റെ ഈ പ്രദേശത്തുള്ള 22 ഇടവുകൾ ചേരുന്നതാണല്ലോ എക്യുമെനിക്കൽ ഫെലോഷിപ്പ്. എക്യുമെനിക്കൽ ഫെലോഷിപ്പിന്റെ ദുഃഖവും അനുശോചനവും അറിയിക്കുന്നു. സർവശക്തനായ തമ്പുരാൻ സ്വർഗീയമായ സമാധാനം കൊണ്ട് എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Thank you, Achan. I want to request some members of the family, one after the other, to come forward. Blessed Thomas will now say a few words. Hello. My name is Blessing. I'm Lajy's first cousin. He's my brother. Thank you for those that have come from near and far, especially Tidamani, Achanmad, family, and friends. Really appreciate that. About Lajy, there's so much to say. I probably can stand here for an hour. I'll just touch on some few points I'm sure most of you at one point in your life have been able to experience. My first real memory of Lajy was when him and his family migrated here to the U.S. I think he was 14, I was 8. And I didn't know that they had come, and literally I was taking a shower in the bathroom and he barged the door open and came and moved the shower curtain and scared me a lot. But I guess he really wanted to see me at that point, but I'll never forget that moment. Lajy, I'm so proud to call you my brother. You're really a wonderful human being. You're fierce, loyal, love to the people in your life. You gave your all to everyone. People would gravitate towards you when you walk into a room. You always helped anyone out at any time. Doesn't matter if you met them 10 years ago, yesterday, or if you haven't talked to them in 10 years, and have helped me out on countless occasions. You were always wise, even at a young age.
always gave me great advice, life advice, relationship advice, investment, business, politics. You knew it all. You really did want to change the world for your family and the world. Every morning without fail, checking your Yahoo account, CNN, looking for different ideas, how to better yourself and the world. You always wanted to help the less fortunate, the poor, and I know many of you will also say the same. You single-handedly brought our family together. You were the glue to our family. You had a larger-than-life personality, literally. Thank you, Lajy, for being you. About your family, I admire and respect what a loving husband you are to Anu. Always calling her Mute, a great father to Kason. You never could say no to him. And the love for your mother and father, sister, Achin, family, friends, no matter what, a fierce and loyal love. Lajy, thank you for sharing your life with us. I'll miss you. We all will, dearly. I love you. God bless. Thank you, Blessing. I want to acknowledge the presence of Reverend Dr. Varghese Daniel Achin, who is the Diocesan Secretary, who conveys his condolences and offers his prayers for the bereaving families and the departed soul. I call upon Mrs. Sunny George from the family to say a few words. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ വന്ന് നിൽക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ല. ലാജി എൻ്റെ ഫസ്റ്റ് കസിനാണ്. ലാജിയുടെ അമ്മയുടെ മൂത്ത സഹോദരിയുടെ മകനാണ് ഞാൻ. എൻ്റെ പേര് സണ്ണി. ലാജിയെക്കുറിച്ച് രണ്ട് വാചകം പറയണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ പറയുവാൻ ഒത്തിരി വാക്കുണ്ടെങ്കിലും അല്പം മടിച്ചു. എങ്ങനെയാണ് പറയുവാനൊരു ശക്തിയില്ല, ബലമില്ല, ധൈര്യമില്ല എന്നൊക്കെ തോന്നിപ്പോയി. പെട്ടെന്ന് എന്നെ ചിന്തിപ്പിച്ചത്, എനിക്ക് അവൻ്റെ ലാസ്റ്റ് സെൻഡ് ഓഫിൽ രണ്ട് വാക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ അവന് ജീവിച്ചിരുന്നപ്പോൾ ഞങ്ങളുടെ ഓരോ കുടുംബക്കാരെക്കുറിച്ചും 1000 വാക്കായിരുന്നു പറയുവാനുണ്ടായിരുന്നത്. അവന് ഓരോരുത്തരെക്കുറിച്ചും, ഞങ്ങളെ കാണാത്ത അറിയാത്ത ഓരോരുത്തരും ഞങ്ങളോട് വന്ന് ചോദിച്ചിട്ടുണ്ട്, ഇത് സണ്ണി അല്ലേ, ഇത് സാലി അല്ലയോ, അല്ലെങ്കിൽ ഇത് ബ്ലസ്സൻ അല്ലയോ. ഓരോരുത്തരെക്കുറിച്ചും അത്ര ഡീപ്പായിട്ട് തൻ്റെ കൂട്ടുകാരോട്, തൻ്റെ പ്രിയപ്പെട്ടവരോട് അവൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ലാജിയെക്കുറിച്ച് ഒത്തിരി ഓർമ്മകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ട്. എനിക്ക് എൻ്റെ പേരൻസ് സൈഡിൽ, എൻ്റെ ഫാദറിൻ്റെ സൈഡിൽ നിന്നും മദറിൻ്റെ സൈഡിൽ നിന്നും കസിൻസായിട്ട് ലാജിയേക്കാൾ മൂത്ത ആൾക്കാർ ഞാനാണ്. രണ്ട് സൈഡിൽ നിന്നും ഏറ്റവും മൂത്തതെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ഏറ്റവും ക്ലോസായിട്ട് അവനോട് ഇടപെടുവാൻ എനിക്ക് സാധിച്ചു. എൻ്റെ പരദേശ പ്രയാണം തുടങ്ങിയ ദിവസം ആണ് ലാജ് ജനിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഡൽഹിക്ക് ജോലിക്ക് പോകുന്ന ആ ദിവസമാണ് നാട്ടിലെ ലാജ് ജനിക്കുന്നത്. തൻ്റെ അമ്മാമയും അമ്മണിയമ്മാമയും കുഞ്ഞിനെ കണ്ടേച്ചാണ് അന്ന് ഞാൻ ഡൽഹിയിലേക്ക് കടന്നു പോകുന്നത്. അന്നേരം അങ്ങനെ അവൻ്റെ വയസ്സെന്ന് പറയുന്നത് എൻ്റെ ഉദ്യോഗ ജീവിതത്തിൻ്റെ വയസ്സാണെന്ന് എനിക്ക് തോന്നുന്നു. മരണത്തെക്കുറിച്ച് ഒത്തിരി വ്യാഖ്യാനങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്.
ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും നോർത്ത് ഇന്ത്യയിൽ പറയുന്ന ഒരു വാക്കാണിത്. അവരുടെ തോളത്തുള്ള ഏറ്റവും വലിയ ഭാരമാണ് തൻ്റെ കുഞ്ഞിൻ്റെ മഞ്ചമേന്തിക്കൊണ്ട് പോകുന്നത്. അതൊരിക്കലും അവർക്ക് താങ്ങുവാനാകാത്തതാണ്. അതിൽ കൂടി എൻ്റെ പ്രിയപ്പെട്ട അമ്മാമ്മ, മണിയമ്മാമ്മ, പ്രിയ രാജായൻ കടന്നു പോകുന്നു, പ്രിയ അനു കടന്നു പോകുന്നു, പ്രിയ കുഞ്ഞ് കടന്നു പോകുന്നു. ആ ദുഃഖത്തിൽ ഞങ്ങൾക്ക് അവരെ വാക്കുകൊണ്ട് സഹായിക്കുവാനൊക്കുകയില്ല. ഞങ്ങളുടെ പ്രസൻസ് അല്പമെങ്കിലും ദൈവം അവർക്കത് ആശ്വാസമാക്കി കൊടുക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് സഭയായിട്ടും ദൈവദാസന്മാരായിട്ടും എല്ലാവരും വളരെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്ത് അവരുടെ ഈ ദുഃഖത്തിൽ അവരോട് കൂടെ പങ്കുചേർന്ന് വളരെ അവരെ ഈസിയാക്കിയത് ഞങ്ങൾ ഈ തരുണത്തിൽ സ്നേഹത്തോടെ ഓർക്കുന്നു. ലാജിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ലാജിയുടെ ഏറ്റവും വലിയ ഫ്രണ്ട് എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ഫാമിലിയിൽ എൻ്റെ ഫാദറായിരുന്നെന്ന് തോന്നുന്നു. എൻ്റെ ഫാദർ 2017 കടന്നുപോയി. പപ്പായോടായിരുന്നു അവൻ ഏറ്റവും കൂടുതൽ ജോക്ക് പറയുകയും വളരെ ആത്മാർത്ഥമായി ഇടപെടുകയും ചെയ്യാറുള്ളത്. അത്രയ്ക്ക് ഡീപ്പ് ബന്ധമായിരുന്നു പപ്പായോട്. വലിയ പപ്പ എന്ന ലാജി എൻ്റെ പപ്പായെ വിളിച്ചുകൊണ്ടിരുന്നത്. എന്തൊരു കാര്യമുണ്ടെങ്കിലും ചെന്ന് പറഞ്ഞ് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കും. അങ്ങനെ ഓരോ കാര്യത്തിലും അവന് പപ്പായോട് വളരെ ഡീപ്പായിട്ട് ഇടപെട്ടിരുന്നു. എന്നെ ഒരു വ്യത്യസ്തമായിട്ടാണ് അവന് കണ്ടിരുന്നത്. ഭയങ്കര സ്നേഹമാണ്. കാണുന്ന ഉടനെ എന്നെ കെട്ടിപ്പിടിച്ച് എന്നെ ഞെരിച്ച് എന്നെ പിടിച്ചങ്ങ് അമർത്തുമായിരുന്നു. അത്രയ്ക്ക് ഭയങ്കര സ്നേഹത്തോടെ എന്നോട് ഇടപെടുമായിരുന്നു. പലപ്പോഴും ഞാൻ ശകാരിക്കുകയും വഴക്ക് പറയുന്നതുമൊക്കെ ചെയ്യാറുണ്ട്. അന്നേരം ഞാൻ ഏതെങ്കിലും ഒരു ഗ്യാതറിങ്ങിൽ ഞാനങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ദൂരെ നിന്നവൻ പറയും, അടുത്ത് നിൽക്കുന്നവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ താണ്ട വരുന്നുണ്ട് ആശാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവൻ എന്നെക്കുറിച്ച് പറയാറുണ്ടായിരുന്നു. പല കാര്യങ്ങൾ എനിക്ക് പറയുവാൻ വാക്കുകളില്ല. ലാജിയുടെ ദുഃഖം, ലാജിയുടെ വേർപാട് ഞങ്ങളുടെ ജീവിതത്തിൽ നികത്താനാവാത്ത ഒരു ദുഃഖമാണ്. അനുവിൻ്റെ ജീവിതത്തിൽ, അമ്മണിയമ്മാമയുടെ ജീവിതത്തിൽ, രാജാൻ്റെ ജീവിതത്തിൽ വലിയ ദുഃഖമാണ്. എന്നാൽ കർത്താവ് അവരെ ആശ്വസിപ്പിക്കുകയല്ലാതെ വേറെ ഒന്നുമില്ല. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങൾക്ക് ധൈര്യവും ബലവും തരട്ടെ. ഈ സമയത്ത് ഞങ്ങൾക്കത് മാത്രമേ പ്രാർത്ഥിക്കുവാനുള്ളൂ. ദൈവവചനം, ഒരു വാക്ക് ദൈവവചനത്തിൽ നിന്ന് വായിച്ചുകൊണ്ട് ഞാൻ ഇരുന്നുകൊള്ളുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 41-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം വായിക്കുന്നു. ഇത് അനുവിനും അമ്മാമിക്കും രാജാനും പ്രിയ കേസിനും വേണ്ടി വായിക്കുന്നു. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഈ വാക്കുകളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Thank you, Sunny. As we continue to remember Lajy again, call up another member from the family, Mr. Vegetarian. Sorry, I'm not a big speaker in front of people. I'm somewhat of an introvert. I think Blessing and Sonny John had a good depiction of who Lajy is. I think as you read the pamphlet, and as everyone who's interacted with him knows, he's always had a smile on his face. It's not saying he didn't get serious when he needed to get serious, but he was always smiling. And I think part of it is not only was he happy, but I think he wanted you to be happy. He definitely wanted everyone to look at the positive of life.
And so he definitely portrayed that. As Blessing said, I think our first time, my first time interacting with him, at least from memory, was when he came here. And he was always talking a mile a minute. It took me a while to get used to it. His English wasn't that great when he came here. It took me a while to warm up to him, but he was always trying. He was always making that effort to interact. I don't really have a specific story of Lajy. I think him and I are very similar people. We both have a habit of taking things apart, putting things together. He made a better effort of actually putting it together. I just kind of left it and walked away. We definitely loved cars. Like, we would just stand and sit or wherever. Like, our conversations will pick off where it left off, be it technology, cars, or anything. It was always, it felt like there's never a gap. And it was just the way him and I were. One of the things that, one of the things Blessing and Sonny John mentioned was he loved the family and he was very loyal. He was always giving a lot of effort to help. Not just the family. I know he's helped people in the church, his friends, but he was always there. He was always willing to help out. He was always asked, well, what do you need? What can I do? Even when you said nothing, he'll still show up and step in and just do whatever it is that needed to get done. I still remember our engagement, I guess, 15, I don't know, however many years ago. He just kind of stepped in and helped take over emceeing, kind of putting everything together for us. I didn't really care at that point in time. I was just in my mid-20s, so I didn't really pay attention, but he kind of stepped in and took care of that. Most of my other memories are just random. Like, I would see him on South Street. He would work on South Street, and I would just go down to South Street, and we would just hang out. We would just spend time together. A few of the things that I know as we got older, as we both became family people, I saw the love that he had for the family. I saw the love that he had for Anu and Kason, and just wanting to give back, wanting them to have more than he had. Again, you can see it in his eyes. I mean, for most of you, hopefully you guys have interacted with him, you can see in his eyes, in his just his physical motions of how much he loved his family, how much he loved all of us. Sonny John mentioned his father, George Upperton, and it's going to be kind of weird because George Upperton was that, I'm not going to say life of the party, but he was that central character that we enjoyed being around, that always had stories, always had some weird jokes. Lajy did actually take after him a little bit because Lajy always had some jokes. Lajy always had some stories. And again, it was that effort to try to make you laugh, try to make you happy, but he always had something to share. So it's going to be kind of weird in our family. I'm guessing one of us is going to pick up that mantle and kind of be that center of the family, but it's going to be weird not having him. I was trying to figure out what to say overall the speech, and I'm somewhat conflicted. I'm sad that I'm not going to have him in my life. I'm sad that I'm not going to be able to make memories with him, but I'm happy because I believe God called him for a reason. At the end of the day, we're born and we die by what God wants. And at this time, God wanted him, and so he's up there. So I'm happy that he's with God. I'm sad that we're not going to have any more memories with him, but we just have to keep looking at the positive and keep remembering the good memories that we had and keep him in our memories and just be happy that he's with God. I know he's probably looking down. I hope he understands that we love him, we miss him, and we'll keep him in our prayers. Thank you, Refugee. St. John's Indian Orthodox Church, Drexel Hill,
has been of great support, this family. I call upon Sir Tom Chaco, the secretary of the St. John's Indian Orthodox Church in Texas. വന്യ വൈദികരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സിബി വർഗീസ് അച്ഛൻ വികാരിയായി ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന സെൻറ്റ് ജോൺസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിനെ പ്രതിനിധീകരിച്ചാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഞാൻ വാച്ച് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു നിസ്സംഗതയാണ്. എന്താണ് പറഞ്ഞ് ആശ്വസിപ്പിക്കേണ്ടതെന്ന് ഒരു എത്തും പിടിയില്ലാതെ നിൽക്കുകയാണ്. ലാജിയുടെ കൂട്ടുകാർ മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. മാതാപിതാക്കളെ പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട്. എന്ത് പറയണം എന്ന് അറിയത്തില്ല. ഒരു നിശബ്ദത, ഒരു മൂകത. നമ്മൾ മനുഷ്യരെ പറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ ഇത് മാത്രമേ നമ്മുടെ മനുഷ്യർക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അഥവാ നമ്മൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും നൈമിഷികമായ ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു സന്തോഷം ആ ഫാമിലിക്ക് കൊടുക്കാൻ ഒരു പക്ഷേ പറ്റിയേക്കാം. ശാശ്വതമായ സമാധാനം സ്വർഗത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വരേണ്ടതാണ്. ശാശ്വതമായ സമാധാനം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. പ്രിയപ്പെട്ട രാജു അങ്കിൾ, ആൻറ്റി, അനു, ലിജി കൊച്ചമ്മ, അവരോടെല്ലാം എനിക്ക് പറയാൻ മറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വചനം 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാം. ദൈവത്തിൻ്റെ വചനം വിശ്വാസത്തോടുകൂടി ഏറ്റുപറയുമ്പോൾ കിട്ടുന്ന സമാധാനത്തിനപ്പുറത്തേക്ക് ഒരു സമാധാനം നമ്മുടെ ലോകത്തിൽ നമുക്ക് കിട്ടത്തില്ല. ദൈവത്തിൻ്റെ വചനം ഏറ്റുപറയുക എന്ന് പറയുന്നത് വചനം ദൈവമാകും. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം 1-ാം വാക്യം ഞാനൊന്ന് വായിക്കാൻ പോവുകയാണ്. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടന്നുമ്പോൾ ഞാൻ നിന്നോടുകൂടിയിരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിന്റെ ദൈവവും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഇരിക്കയാൽ, നിന്നെ സ്നേഹിച്ചിരിക്കയാൽ നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ച് ഏറ്റുപറയുമ്പോൾ ഉണ്ടാകുന്ന സമാധാനത്തെപ്പറ്റി ഞാൻ പറഞ്ഞു. ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ച് ഏറ്റുപറയുമ്പോൾ ആ നിമിഷം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാകും എന്നുള്ളതാണ് ഇതിലേറ്റവും വിശ്വാസകരമായ ഒരു കാര്യം. അതിനെ സൂചിപ്പിക്കുന്ന ഒരു വേദവാക്യം കൂടെ ഞാൻ വായിക്കാൻ പോവുകയാണ്. യെശയ്യാ പ്രവചനം 55-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും. ഇത്രയും ഭയങ്കര ഒരു വാഗ്ദത്വം നമുക്ക് മനുഷ്യർക്ക് ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല, ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. ഈ വചനങ്ങളിൽ വിശ്വസിക്കുക, അതേറ്റു പറയുക, അപ്പടി നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കും. സെൻറ്റ് ജോൺസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ നാമത്തിലുള്ള അനുശോചനം ആ കുടുംബത്തിന് ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അവരുടെ ദുഃഖത്തിൽ
ഇടവകയിലെ എല്ലാ കുടുംബാംഗങ്ങളും പങ്കുചേരുകയാണ്. ദൈവവും സമാധാനവും ബലവും തന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. നിങ്ങൾ ശാന്തരായിരിപ്പീൻ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ ശാന്തരായിരിപ്പീൻ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. താങ്ക് യു. Thank you, Tom. Several friends continue to reminisce him. Now I call upon Mrs. Mary Obusek and the friends want to come and say a few words together. Mary and her friends. By the time they come up, we'll sing. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ മാമനാഥനെ ഒന്നു കാണുവാൻ നിനക്കാത്തു പാർത്തിടുന്നു. മാമനാഥനെ ഒന്നു കാണുവാൻ നിനക്കാത്തു പാർത്തിടുന്നു. മരുഭൂമിയിൽ തളരാതെ ഞാൻ മരുന്നു നിൻ കൃപയാൽ. ഒരു നാളും നീ പിരിയാതെന്നെ കരുതുന്നു കൺമണി പോ. ഒരു നാളും നീ പിരിയാതെന്നെ കരുതുന്നു കൺമണി പോ. Mary Obusek. Dear Achans and everyone gathered, dear Anu, Uncle, Auntie, Lajy, we just wanted to come up and just share some of the memories that we had of Lajy. When I think of Lajy, my memories are of this church. We grew up together, we did many programs together, we did so many things together as a church. When we think about church, we think about fellowship, come here to pray, which we did. But when we grew up together, when we came here, it was about friendship. Lajy, over 20 years of friendship for all of us together, whether it was us needing a ride to church or picking us up from temple. Lajy was the first person that was always there. He was always smiling. I'll never forget his smile. I'll never forget how caring he was. As part of being in this church, he was one of the first people that encouraged us to be part of the choir here and to do activities. We'll miss him dearly. Anu, Uncle, Auntie, Lajy, we're praying for you guys to have the strength to get through this time. I will miss him dearly because even though I don't belong to this church anymore, when I come back here with my husband and my kids, he's always the first one to find me in this church and say, how are you? How are you doing? Give big hugs. I think a lot of people here said that he gave the best hugs, which he did. You'll be remembered forever. We love you, Lajy. Only three things we could think of Lajy is helpful, careful, and he's very caring towards other people. So we just want to say, Lajy, we are going to miss you a lot, and thank you for everyone that's coming here supporting the family as well. Thank you, Mary. In various things, Lajy was talented.
he was also an altar assistant sometime, and whenever we had worship, I was surprised that he still remembered, even though he didn't get into the altar lately. He used to sing along with other people. He used to write songs as well on his own. That was one of the several talents that he had. Now I call upon Reverend Father Eulogies John, our former assistant vicar and vicar of the St. Luke Orthodox Mission Church in Philadelphia area. In the name of the Father, and of the Son, and of the Holy Spirit, one true God. Amen. Amen. My memories of Lajy are many because I was the assistant vicar here at this parish, St. Thomas Indian Orthodox Church, for 7 years. Distinctly, I remember him playing the drums when we went caroling. And for Peranal, one time he was up on the roof with me, putting up the banners. And so he was always very joyful, very helpful, very loving, very kind, respectful to me always. Never did I have a moment where I doubted his respect for myself or for Kuriako Sachin or for the people of this parish. I want to offer my condolences to Anu, his son, his mother and father, his sister, Sibiachin, all his relatives, his uncles and aunties, and especially his close friends who are here in this parish, and I know that there are many. He had good friends, and he was a good friend. Even though I didn't get to know him as a good friend, I saw how he was a good comrade, a good brother to his cousin brothers, to his brothers here in this parish. And I want to let each and every single one of you know that when we believe in Jesus Christ as our Lord and Savior, and we rest our hope in Him and on the blood that He shed on the cross, we will be saved and we will have salvation in Jesus Christ. That is our hope, and that is our prayer for Lajy, that he departs from this world and that his soul is lifted from this place to the heavenly abode by the angels and given a place among all of the saints so that he can worship Jesus Christ and glorify Jesus Christ forever and ever. That is our hope. And this hope resonates with each and every single one of us as Orthodox Christians when we pray for the soul of the departed. In about an hour and a half, we will do that such thing. We're going to pray for Lajy, and we're going to pray for his soul, so that each and every single one of us, our prayers may be lifted up into heaven and help him enter into that heavenly abode. May the hope in Jesus Christ, our Lord God and our Savior, be with each and every single one of us. Amen. Thank you, Achin. Talking about Lajy, he was the unique player of drums in our parish. Whenever myself being another drum player, he always used to relieve me. Several other of the youngsters who used to go to the caroling, it was Lajy who has always done tirelessly, and he knew how to do it the best way. Indeed, we will miss him. I now call upon Very Reverend C. J. Johnson, Chorepiscopa, the Vicar of the St.
Mary's Orthodox Cathedral. ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ലാജിയുടെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്നതായ മാതാപിതാക്കന്മാർ, സഹധർമ്മിണി, അതുപോലെ മകന്, കൊച്ചമ്മ, അച്ഛൻ, ബന്ധുമിത്രാദികൾ, വേർപാട് എന്ന് പറയുന്നത് വേദനാജനകമാണ്. പ്രത്യേകിച്ചും ഈ ലോകത്തിൽ നിന്ന് നമ്മുടെ കണക്കുകൂട്ടുകളൊക്കെ തെറ്റിച്ച് ദൈവം തമ്പുരാൻ വിളിക്കുന്ന സമയത്ത് ഒരാൾ ഈ ക്രിസ്തുവിലുള്ളതായ പ്രത്യാശയിൽ ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോകുമ്പോൾ ലൗകികമായി എന്തെല്ലാം രീതിയിൽ കൂടി ഈ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചാലും അത് മതിയാകുകയില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനങ്ങൾ നമുക്ക് ആശ്വാസം പകർന്നു തരുന്നുണ്ട്. ആ ആശ്വാസമാണ് ഈ കുടുംബാംഗങ്ങൾക്ക് നമുക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കുന്നു. യെശയ്യാപ്രവചനത്തിൽ പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ദൈവത്തിൻ്റെ വലം കൈയാൽ താങ്ങപ്പെട്ടതായ ഒരു ജനതയാണ് നാം എന്നുള്ളത് ഓർക്കുമ്പോൾ, ആ വിശ്വാസത്തിൽ നാം മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സെറ്റ് ബാക്കുകൾ ഉണ്ടായാലും ഭയപ്പെടേണ്ടതായ ആവശ്യമില്ല. ഈ ലോകത്തിൽ എത്ര കാലം ജീവിക്കുന്നു എന്നതിലുപരിയായിട്ട് എങ്ങനെ ഒരാൾ ജീവിക്കുന്നു, ആ ജീവിതത്തിൽ ദൈവഹിത പ്രകാരം ജീവിച്ച് ദൈവം തമ്പുരാൻ കൊടുത്തതായ ആയുസ്സിൽ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ ലോകത്തിൽ നിന്ന് പോയതായ ഈ മകന് ദൈവം തമ്പുരാന് നിത്യശാന്തി കൊടുക്കട്ടെ. ദൈവത്തിൻ്റെ മാലാഖമാരോടുകൂടി ദൈവത്തെ സ്തുതിക്കുന്നതായ ഒരവസ്ഥയിൽ ഈ മകൻ എടുക്കപ്പെടട്ടെ എന്ന് മാത്രമുള്ളതായ പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. ഞാൻ ഉൾക്കൊള്ളുന്നതായ സെയിൻറ്റ് മേരീസ് ഇടവകയുടെ അനുശോചനം ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയും ഈ കുടുംബാംഗങ്ങളോടുകൂടി നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. Thank you, Johnson Corpus Corporation. Joel Paniker, who is also a friend of Lajy, would like to say a few words. Joel Paniker, if you are around, please come forward. സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം, അതിഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം, അതിൻ ഭാഗ്യമോർക്കു തോറുമെനിക്കാശേറുന്നേ, അതിൻ ഭാഗ്യമോർക്കും തോറുമെനിക്കാശേറുന്നേ. പാവലോകത്തിൽ കിടന്നു പാടുപേടുന്ന
സ്വസ്ഥരായവർ മന്നിലുള്ള കഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായവർ. Joy. Respected clergy, to uncle and auntie, Lajy, Anu. For those who don't know me, my name is Joel. I'm a member of this parish and church. So Lajy was a good friend through our church family here for a very long time. As you heard throughout the day, Lajy had an impact on many people here. You know, young people, including me. He had such a magnetic characteristic about him. That's something that everyone could agree on. How much he wanted to bring people together. You know, being part of this church family, you know, there was an example earlier. If it wasn't for him, you know, during Christmas carols, I wouldn't have picked up the drums, you know, and that was because of him. And you heard that example earlier, and I'm a living testament of that example. I say that because, you know, everyone should understand the example he set for others in this church. The encouragement he gave. Even outside of church, he gave me the same encouragement. You know, you read here that, you know, he was very talented, had many gifts, and he started his own DJ company, and, you know, I was a part of that as well. And if it wasn't for him, I wouldn't have had that opportunity. After years of developing this, you know, relationship, this brotherly sibling relationship, he never failed to check in on me, never failed to call. That was just his character. He always wanted people around him. He enjoyed it too much. He loved being the reason that, you know, he could bring people together for any occasion. I'll try to stop crying, but I have some random funny facts, funny moments. I was thinking about them this week. So I have three. First one being, as we were growing up and going through our times together, one of the funny moments over time was we would always try to mimic each other's haircuts. So that was something that I always remember. Lajy also had an undying passion for cars. Everyone that knew him, that was close to him, everyone knew that he loved cars. He loved cars so much that, to a point, that led everyone around him, including our group, to love cars just as much as he did. And the funny moment is, you know, whenever there would be a really nice car that would drive by, and, you know, race cars make noise, all of us would be quiet and turn our heads in unison. Lajy, the third is, you know, he would gloat about how good of a dancer he was, you know, but in reality, he only had one dance move.
that he was really good at. He thought he would be doing it differently, but same move. He did it really well though. I'll close by saying the one thing that I'll try. The one thing that I'll try and do and honor him is emulate his characteristic of bringing people together, especially in this church. If there's anything that we should learn today about him, it should be that. Thank you. Thank you, Joel. We'll sing another song, song number 194. ലോകമാം ഗംഭീരവാരിധിയിൽ വിശ്വാസ കപ്പലിലോടിയിട്ട് നിത്യ വീടുന്നുണ്ടവിടെയെത്തി കർത്തനോട് കൂടെ വിശ്രമിക്കും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും കാലം കഴിയുന്നു നാളുകൾ പോയി കർത്താവിൻ വരവു സമീപമായി മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്കാനി ആത്മാവിനാൽ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും പൂർവ്വപിതാക്കള അപ്പോസ്തലർ ദൂരവേദർശിച്ച് ഭാഗ്യദേശം ആകയാൽ ചെയ്തവൻ എണ്ണിലാഭം അന്യരെന്നെണ്ണി ലോകമതി യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി
ശ്വാസം വരെയും യുഗത്തിലാക്കം ഞാൻ തിന്നാലും കഷ്ടത്തിൽ കണ്ണുനീർ കുടിച്ചെന്നാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശ് നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ യേശുവിൽ അർപ്പിച്ചിട്ട് അകലെ നാട്ടിൽ ഞാനെത്തിയിടുമ്പോൾ ശുദ്ധ പളുങ്കിൻ കടൽ തീരത്ത് യേശുവിൻ പൊന്മുഖം കൊത്തിയിടും ഞാൻ യാത്ര ചെയ്യും ഞാൻ ക്രൂശ് നോക്കി യുദ്ധം ചെയ്യും യേശുവിനായി ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. Bible reading by Shane Lajy, 1 Thessalonians chapter 4, verse 13 to the end. But we do not want you to be uninformed, brothers and sisters, about those who have died, so that you may not grieve as others do, who have no hope. For since we believe that Jesus died and rose again, even so, through Jesus, God will bring with him those who have died. For this we declare to you, by the word of the Lord, that who are alive, who are left until the coming of the Lord, will by no means precede those who have died. For the Lord himself, with a cry of command, with the archangel's call, and from heaven, and the dead in Christ will rise first. Then we are alive, who are left, will be caught in the clouds together with them to meet the Lord in the air. And so we will be with the Lord forever. Therefore, encourage one another with these words. Thank you, Shane. As I said before, the several friends of Lajy would like to have the reminiscences. I call upon Mr. Philip Varghese Shaji to say a few words. പ്രിയാനു ലാജിയുടെ രാജൻ സാറമാമ ലിജി കൊച്ചമ്മ സിബിയച്ചൻ പ്രിയമുള്ളവരെ, ഞാൻ അമേരിക്കയിൽ വന്നിട്ട് 27 വർഷമായി. ലാജി വന്ന കാലം മുതൽ ഈ ഇടവകയിലേക്ക് രാജാനും കുടുംബവും വന്ന കാലം മുതൽ എനിക്കവരെ അറിയാം.
എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ആരെയും സഹായിക്കുന്ന ഒരു മടിയുമില്ലാത്തൊരു ചെറുപ്പക്കാരൻ. 40 വർഷം ഈ ലോകത്തിൽ ജീവിച്ചു. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ നന്മതിന്മകളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ബോധവാന്മാരല്ല എന്നുള്ളതാണ് സത്യം. അറിഞ്ഞോ അറിയാതെയോ നമ്മളത് മറക്കാറുണ്ട്. തെറ്റുകളും കുറ്റങ്ങളും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു വരുമ്പോൾ അവയെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ഓരോ ദിവസവും ഒരു പുതിയ കാൽവയ്പോടെ മുമ്പോട്ട് പോകുവാൻ ആണ് നമ്മൾ ശ്രമിക്കാറുള്ളത്. ലാജി ഇന്ന് ഈ ലോകത്തിൽ നിന്നും യാത്രയായിരിക്കുകയാണ്. ലാജി ഇവിടെ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഒരു വലിയ സാക്ഷ്യമാണ്. മരണം എനിക്കും നിങ്ങൾക്കും അന്യമല്ല. ഏത് നിമിഷവും ഈ അവസ്ഥ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകാമെന്ന സത്യം മറന്നു പോകരുത്. ലാജിയുടെ ഒരുപാട് കൂട്ടുകാർ ഈ ഫിലഡൽഫിയ പ്രദേശത്തും, മാവേലിക്കരയാണ് രാജിയുടെ വീട്. കൊല്ലുകടവ് എന്ന് പറയുന്ന സ്ഥലത്താണ് അവരുടെ കുടുംബം. അവിടെയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾ കൊണ്ട് ഞങ്ങളെ വിളിക്കുന്നുണ്ട്. ഇവിടെയുള്ള രാജിയുടെ എല്ലാ സുഹൃത്തുക്കളെയും റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഒരുപാട് സുഹൃത്ത് വലയം രാജിക്കുണ്ടായിരുന്നു. പല രീതിയിലുള്ള സുഹൃത്തുക്കൾ രാജിക്കുണ്ടായിരുന്നു. അവരെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. അവരുടെ ദുഃഖത്തിൽ ഈ കുടുംബത്തോടൊപ്പം ആ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാൻ അനുശോചനം അറിയിക്കുകയാണ്. രാജിയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ രാജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൻ്റെ ആത്മാവിന് ദൈവം ആ കാഹളം ധ്വനിക്കുന്ന നാളുകളിൽ നിന്നെ ഞാൻ അറിയുന്നില്ല, എനിക്ക് നിന്നെ അറിയില്ല എന്ന് പറയുന്ന ശബ്ദം മാറ്റിയിട്ട് അവൻ്റെ കുറ്റങ്ങളും കുറവുകളും വന്നുപോയിട്ടുള്ള കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ദൈവം അവനോട് ക്ഷമിക്കട്ടെ എന്ന് അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസരിക്കുന്നു. താങ്ക് യു. Thank you, Shaji. Song number 226. സമയമൃതത്തിൽ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാമദീനായി ബന്ധപ്പെട്ടോടിടുന്നു, എൻ സ്വദേശം കാമദീനായി ബന്ധപ്പെട്ടോടിടുന്നു. മാത്രം എന്റെ യാത്ര തീരുവാൻ യേശു
Dr. Zacharias Mar Apparantirmeni, the Diocese Secretary of Adur Carmena Diocese and Southwest American Diocese, is here. Please be seated. Please be seated. Lajy's sister Lajy would like to say a few words at this time. I call upon Lajy. Glory be to the triune God, your grace, respected clergies, beloved families, and friends. Today I stand here to say farewell to my dearest brother, Lajy. The last time I stood here, I was not alone. We together stood here to say farewell to our Amachi. Even in these type of situations, my brother likes to put a smile on people's face because he does not like to see anyone cry. So let me share some of the sweet memories that I have of my brother. He taught me many things as we grew up together. One of them is how to sing properly and not through the nose. My dad taught us all driving, but my brother taught me how to get to a place in 5 minutes when it normally takes 15 minutes. Most of all, he taught me to be strong and not a crybaby. He always looked out for me. He wants to know where and who I'm going with. He took care of me. Even though he looks young and handsome, he's my older brother. He finds a way to make everyone happy. He selflessly acts silly or says something just to put a smile on others' face. He's an inventor, a designer. The first sign of all of this was working on my watch when we were young. Basically, he wanted to see what's inside the watch. With me as his assistant, he took the watch apart. And we both found out nothing in there for us to play with. The trouble came after, when he tried to close it back up. He said, "It's okay, just wrap it up and put a rubber band on it. Open it in a few days and it'll be fixed." The time was ticking, and now his time on earth is finished. How much do we value the time? Well, it's definitely a sharp knife piercing through our heart when our loved one is gone. A brick sitting on the chest. Time has a lot of value when we are around and no value when we are no more, because we're not of this world. So my friends, love one another.
As Papa always say, പറന്നു പോകുന്ന പക്ഷിയെ വീണ്ടും പിടിച്ചിടാം, പക്ഷേ കാലമോ പോയി പോയി കരുതി ജോലി ചെയ്യുക. ലൈജാൻ കരുതി ജോലി ചെയ്തു എല്ലാവർക്കും വേണ്ടി. Kids enjoyed the fireworks with him. They enjoyed the last Christmas we had together when they had the pajama party. We all celebrated his 40th birthday. But we didn't know all of this was the last celebration. This summer, he has been working on putting up basketball hoop and many other things for the kids to spend time together. Now all they can say is, we wish Lajy was here. We miss him. I cherish the time of our childhood together, something which will never be erased from my heart. Now he's no longer with us. I don't know why this is so, but I understand God knows the right time for each one of us. His main item when celebrating birthday is putting a mark of his love with icing of the cake on our faces. It was my mom's birthday yesterday. We celebrated her birthday early this year because my parents were planning to go to India past Monday. The greatest gift from God was to let him celebrate his dearest mother's birthday before he left. A precious gift for both mother and son. My brother likes to sing songs, just like my mom. They both have a song for everything. Last week, he sang a song to my mom and asked her to write it down. His last piece of talent was shared with his mom. Lajy was also Papa's birthday partner, as their birthday fall on the same date. Instead of a cheerful mind, tears will be falling for the next birthday. Papa and Mommy lost their firstborn, their only son, who they brought up with love and care, but their cherished memories will never be gone. They taught him as a child should grow up, and their prayer has been always a blessing for his life. My brother had a big heart to help everyone. A place to stay, food to eat, help moving, take them to church if they don't have a ride, or help them if they just came from India. You name it, and he'll do it. One of the St. Thomas church members said to me this morning, Lajy made me feel welcome to church when no one was around when I first came there. Lajy has been always there for the family, as well as he was talented for many things. The day we celebrated Mommy's birthday was the last time he joked with me, spoke with me, and gave me the last, forever to be remembered hug. Each moment will be forever treasured in my heart. I stand here with a heavy heart to say goodbye to the body, but I stay strong in my Christ, knowing that you're in my Father's hands, where no harm will affect you, no trouble will come your way, where we will meet again. It is so true when we sing, ദോഷമായിട്ടൊന്നും എൻ്റെ താതൻ ചെയ്യില്ല. There's a reason for everything that my God does, and I believe it will be for good. Mommy, read this portion, 1 Corinthians 10:13 to him. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയുമുണ്ടാക്കും. This was also her prayer for her son. I request everyone's continuous prayers for my family. Anu, Kason, God bless everyone who has been helping us and praying for us in this difficult time. His love and affection will be always remembered. May God bless my brother's soul. I want to know together. I will always love you, Lajy.
Thank you. Thank you, Lajy. Anu also wants to say a few words. Before she comes up, I want to acknowledge the presence of several of the clergy here in the ecumenical fellowship and also in the clergy fellowship that we have in Philadelphia area. Reverend Dr. Samuel K. Matthew Achan, Reverend Dr. Saji Mukutajan, Reverend Father Epi Pavlos, Reverend Father Dr. C. Johnson C. John, Reverend Father Shinoch Thomas, Reverend Father Abu Peter, and Reverend Penny Achan from the CSI Church, Christ Church, Reverend Father K.K. John. I want to acknowledge your presence with us. We know that you are continuing to pray for the bereaving family and the departed soul. I told Anu to be very strong, that this is the time. It will take time for us to pass through it. It's a very, very tough time. And she needs our prayers very badly. Along with the parents, Raju and Sarama, and also Lajy Kochama to lose the brother, Raju and Sarama to lose the son, and of course, Anu to lose her husband. It's a very, very tough situation. So our prayers will definitely be solace to her. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ സന്തോഷത്തോടെ വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ ദോഷമായിട്ടൊന്നും എന്നോ എന്റെ താതൻ ചെയ്യുകയില്ല എന്നെ അവനാടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു എന്നെ അവനാടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. Respected Tirumedi, Achans, bishops, all the family members, dear and near to us, thank you all for coming out today and being here with us today. I'm asking God to give me the strength to stand here and speak about my husband. To stand here with a heavy heart. Everybody keeps telling me, I'm strong, I can get through this. The only reason I'm strong is because
know. I grew up in this church. Achan is like my dad now. I lost both of my parents. I met my husband first here in this church. Not here, but our old church at Colonel Dougherty High School is where we used to have service. At the time, I didn't know him, but over the years, I came to know him and started to talk to him and get to know him. 2001 is when we really started talking to each other. During that time, a big tragedy had taken place in my life. My father passed away unexpectedly. And all I know is that this individual who I just started speaking to came around and supported my family in every which way. He was running around for everything, for the funeral, for whatever my family needed, along with all the other members of the church. And as time went on, I started to understand this person's care and love for others. And since that time, he hadn't left my side. 2006, my mom got sick. She was in the hospital for 4 months. Another tragedy. My mom passed away. He held me tight and he said, "Don't worry, I'm here for you." And I couldn't let him go. Since then, a year later, his parents said, "You guys should get married." And I felt like I gained another family. And July of 2008, 21st, we got married in India. The funny thing about that is, July 21st, 2001 was when me and Lajy started speaking to each other. And his parents somehow came up with a date for our wedding. It just so happened to be the same exact date we started talking. And we looked at each other and we laughed at each other and said, how could this be possible? How could they had no idea about this date or anything about it. Because even though we were talking, no one knew that we spoke to each other or we were a couple. Because he always told me that we don't need to show the world our affection. We don't need to show the love and care I have for you. It could be always in our heart, and that's all we need. So no one knew about us being together. But we got married. That was one of the happiest days of our life because I gained a family, and he always says he gained me. And our life started as a couple. And as the years went on, I learned things about him that was so unique, how he helps others. And sometimes even we're driving down the boulevard and there's people that are standing there begging for money, and there's a sign that says homeless. And he would always, no matter how much traffic there is, stop and give them money. And I used to tell him, like, you don't know what they're gonna do with that money. Why do you have to stop at every single people and give them money? Like, he used to always tell me, Eddie, we don't know if we're gonna be in that spot tomorrow. We should help one another while we have a chance, because we might not have tomorrow to help. And that always made me feel better. And I would say, instead of $1, give them $2. Who cares, you know? We'll get it in return. And just like that, I'm so amazed by the things he is creative about. Just like his sister said, there's not an electronic in my house that is brand new.
it's everything that he built from the scratch. I always tell him, these computers get on my nerve because I never know how to operate this. You're the only one who knows how to work these things. That's because he takes everything from scratch and build it to new. And that's how he always was with his relationship with people. It was not there's not a person that I can actually hear say, Lajy was not helpful to me, or he was not there for me. Even someone called me yesterday, and he was crying in tears, and he said, I only spoke to him a couple times, but he touched my heart to the point he tells me advice, he tells me not to worry, he tells me to lean to God. And I say, I cannot tell you, I can't even imagine the sorrow you're feeling because I can't believe it myself. And 2012, we finally had our son, Wood. That was one of the second happiest day in our life because Lajy wanted a boy and God gave him a boy. And he was so happy, and he used to tell me he was the first one to hold him, not me, because I had a C-section and they took the baby and they gave it right to him. And he used to always brag about that. My son's relationship with him, they were like best friends. There's not a moment that he used to come up with things to make him feel special, make him feel loved, no matter what. Whether it was playing basketball with him, we could have bought a standing basketball stand. Instead of that, he built a basketball stand just for him to play. And he go fishing with him. He does all kind of things with him. They're always building something together. Just like his dad, he's into building things. And as the years go on, he made me learn to think his way of helping people and how I can be involved in helping people. And he changed my mind about in India, like he sends money to the children that are living in the orphanage every time, because he always thinks that if they eat one meal, they'll at least have one good meal that makes them happy. Every time he goes to India, he goes and sits with them and have meals with them. He tells me it makes them feel belonged. It makes them feel happy. In every single way like that, he would be the first one to help. And anybody call him, oh, Lajy, I need your help. It could be 2 o'clock in the morning. Even though I used to yell at him, why are you leaving at 2 o'clock in the morning? They can call assistants or something. He should say, no, they need me. I need to go. He would be the first to take off his shirt off his back and give it to someone else if they were cold. And he didn't care if he was cold. Many people said his talents. One of the ways that my husband, when I get mad at him about something, he never got mad back at me or yelled at me or even called me by my name, because we always called each other Mutte. And no matter how angry he gets or whatever I do, he'll just tell me, Mutte, Mutte, you know why I'm laughing, right? That's all he says. He wouldn't even get angry at me. Just like that. Or when I get angry at him, he would sing a song, and he thinks that makes me calm down, and all it did was, it made me more angry, and I don't know why he did it, but he had a song for everything. You give him one alphabet, and there's a song for every single alphabet in the Malayalam or English. And I used to ask him, how do you keep all the songs in your head? Like, it's impossible. I can't even keep one. His memory of things is just amazing. And some of the things that he does, he always had a special place to bring all his family, even the people who he met yesterday. He made them feel like
They're part of our family. He would say, oh, you don't have anywhere to go? Come over to my house. And I used to say, okay, now I gotta cook for someone else too. And he used to say, it's okay. They need a family to share in our house. And he would call them, he would bring them over. He loved his mom's mingari. So when I got married, I was the worst cook, I have to say. I didn't know the difference between eri and puli or none of that stuff. As the years went on, I perfected his mom's mingari. So he used to tell me, so I had to make it perfect. And I made it perfect. He never went out to eat after that. He would always tell me after that, I'm gonna miss making food for him. I'm gonna miss him being there, holding us together. He really was my strength. And my weakness. I feel like a bird that both of the wings were cut off. And to keep it together is going to be very hard. But my God has a plan. My God is the one who brought us together. And I believe He's the one who has taken him away too from me. And there's a purpose. In my case of wood, he's gonna miss his dad so much. Because they were like best friends. I just ask everyone to give us the prayers and strength that we need. Because he was the love of my life. And it's gonna be very hard to go on. And I just truly want to thank every individual that took their time out to be there for us in these days. Especially to St. Thomas Church, Koryakos Achin, and all the Achins, everybody that came in and did everything for us. I couldn't even breathe when this happened. You guys took the breath for me and carried me under your wings, and I thank you for that. Thank you anymore for sharing those great moments in your life with the people who love you, all of us. There are 2 cars blocking the driveway of private houses. HRE 4763 Volkswagen and JRY 0312 Chevrolet. If you know that you are blocking the private driveway of the neighbors, please let them into their house. I want to call upon Reverend Father C.B. Varghese to say very quickly a word of thanks before His Grace will give another very short message which will be followed by the prayer. നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ നിനക്കു സ്തോത്രം
നിന്നെ കാണും ഞാൻ. ദൈവത്തിന്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അഭിവന്യ തിരുമേനി, വന്യരായ വൈദിക ശ്രേഷ്ഠരെ, സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, പ്രത്യേകമായി ഈ ഒരു ദിവസം കടന്നു വന്നതിനായിട്ട് ദൈവത്തെ ഒരു വശത്ത് നിന്നുകൊണ്ട് സ്തുതിക്കുകയും മറ്റൊരു വശത്ത് ഈ സങ്കടങ്ങളിൽ കൂട്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ പിതാവിലും പുത്രനും പരിശുദ്ധ റൂഹായിലുമാണ് വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ 3 അധ്യായങ്ങളുണ്ട്. ഒന്നാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ജീവിതമാണ്. രണ്ടാമത്തെ അധ്യായം കർത്താവിനോടുകൂടെ മരിച്ച ശേഷമുള്ള ജീവിതം. മൂന്നാമത്തെ അധ്യായം കർത്താവ് വരുമ്പോൾ ഉയർത്തെഴുന്നേറ്റ് കർത്താവിനോടുകൂടെ വസിക്കുന്ന ഒരു ജീവിതമാണ് നമുക്കുള്ളത്. ഈ ജീവിതങ്ങളിൽ നമ്മുടെ ലാജിയുടെ പ്രിയപ്പെട്ട എൻ്റെ അളിയൻ പപ്പായുടെയും മമ്മിയുടെയും ലാജിമോൻ എപ്പോഴും അവര് സ്നേഹത്തോടും വാത്സല്യത്തോടും അവന്റെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും ലാജിമോനെ എന്ന് വിളിച്ച് അവരുടെ കൂടെ നിർത്തിയ മോന്. അതോടൊപ്പം നമ്മുടെ അനുവിന്റെ പ്രിയപ്പെട്ട മുത്ത്, അതുപോലെ ലിജിയുടെ കൊച്ചമ്മയുടെ ലായിച്ചാന്, കുഞ്ഞുങ്ങളുടെ എല്ലാം അങ്കുള കൈസമ്മോന്റെ സ്നേഹനിധിയായ പിതാവ്. ആ പിതാവ് ഇപ്പോൾ കടന്നു പോകുമ്പോൾ നമുക്ക് വലിയൊരു പ്രത്യാശയുണ്ട്. പത്മോസ് ദ്വീപിൽ പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ ആത്മവീഴ്ചയോടുകൂടെ ഇരിക്കുമ്പോൾ പരിശുദ്ധ ശ്ലീഹയുടെ മുമ്പിൽ വെളിപാട് പുസ്തകം 21-ാം അധ്യായം പുതിയൊരു ആകാശവും പുതിയ ഭൂമിയും കടന്നു വരികയാണ്. എന്നിട്ട് അവിടെ പറയുകയാണ്, ഞാൻ കണ്ടു സ്വർഗീയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം എന്റെ മുമ്പിൽ ഇറങ്ങി വരുന്നു. പഴയത് കഴിഞ്ഞു പോയിരിക്കുകയാണ്, പുതിയത് ആയിത്തീർന്നിരിക്കുകയാണ്. ഇനി ജീവിതത്തിൽ കണ്ണുനീരില്ല, ഇനി ജീവിതത്തിൽ വിലാപമില്ല, ഇനി ജീവിതത്തിൽ സങ്കടങ്ങളില്ല. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും. നിങ്ങളുടെ കണ്ണിൽ നിന്നെല്ലാം കണ്ണുനീര് തുടച്ചു കളയുന്ന ദൈവത്തിന്റെ സന്നിധിയിലുള്ള ഒരു ജീവിതം. ആ ജീവിതം നോക്കി പാർത്തുകൊണ്ടാണ് പ്രിയപ്പെട്ട ലാജി പോകുന്നത്. എനിക്ക് തോന്നുന്നില്ല ലാജി ഒരിക്കലും മരണത്തെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു അവന്റെ മരണത്തിന് തൊട്ടു മുമ്പ് ദൈവതമ്പുരാൻ സ്വർഗീയ യെരൂശലേമിന്റെ സാന്നിധ്യം അവനെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്കാണ് ലാജി പോയിരിക്കുന്നത്. അതുകൊണ്ട് ലാജി മനുഷ്യരെ വളരെയധികം സ്നേഹിക്കുന്നവനായിരുന്നു, സഹായിക്കുന്നവനായിരുന്നു. അനു പറഞ്ഞതുപോലെ, മറ്റെല്ലാവരും പറഞ്ഞതുപോലെ ലാജിയുടെ ഫ്രണ്ട്സൊക്കെ ഓരോരുത്തരും വിളിച്ച് ഓരോ കാര്യങ്ങൾ എന്നോട് പറയും. ഒരു ഫ്രണ്ട് പറയുമായിരുന്നു, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് സെന്റ് തോമസ് പള്ളി കാർഡിനൽ ഡോക്ടറിയിലായിരിക്കുമ്പോൾ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. അന്ന് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ പള്ളിയിൽ പോകാനായിട്ട് എനിക്ക് വാഹനമില്ല. പക്ഷേ ലാജി കൃത്യമായ എല്ലാ ഞായറാഴ്ചയും രാവിലെ ചെന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പള്ളിയിൽ പോകുമായിരുന്നു. അങ്ങനെ മറ്റുള്ളവരെ കരുതുവാനും സ്നേഹിക്കുവാനും ലാജിക്ക് സാധിച്ചിട്ടുണ്ട്. 10 വർഷമായി ഞങ്ങൾ അളിയനുമാണ്. ഒരിക്കൽ പോലും ലാജി ബഹുമാനമില്ലാതെ എന്നോട് പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. എപ്പോഴും എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഞാൻ പറയുന്നത് കേൾക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. ലാജി പറയുന്നത് ഞാൻ കേൾക്കും. അങ്ങനെ നല്ല ഒരു സ്നേഹബന്ധം ലാജി നിലനിർത്തി. പപ്പായും മമ്മിയെയും അകമഴിഞ്ഞ് ലാജി സ്നേഹിച്ചിരുന്നു. പപ്പായും മമ്മിയും തിങ്കളാഴ്ച നാട്ടിൽ പോകാൻ ഇരുന്നതാണ്. എന്നാൽ ലാജി പറഞ്ഞു, അച്ഛാ, അവര് നാട്ടിൽ പോകുന്നതിന് മുമ്പ് മമ്മിയുടെ ബർത്ത്ഡേ ഒക്ടോബർ 17-ാം തീയതിയാണ്, അതുകൊണ്ട് അതിനു മുമ്പ് നമുക്ക് ബർത്ത്ഡേ നടത്തണം എന്ന് പറഞ്ഞ് അവരെ വിളിച്ച് ശനിയാഴ്ച വൈകിട്ട് ബർത്ത്ഡേ നടത്തുകയാണ് ചെയ്തത്. അങ്ങനെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു, പെങ്ങളെ സ്നേഹിക്കുന്നു, ഭാര്യയെ സ്നേഹിക്കുന്നു. താൻ ഇടപെട്ട എല്ലാവർക്കും സ്നേഹം കൊടുക്കുവാൻ സാധിച്ചു. എനിക്ക് ലാജിയെപ്പറ്റി ഒരു കുറ്റം മാത്രമേ പറയാനുള്ളൂ. പലപ്പോഴും ലാജി സ്വയം കരുതിയില്ല, സെൽഫ് കെയർ. അല്ലാതെ എല്ലാവരെയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്തിരുന്നു. പക്ഷേ ലാജിയെ ദൈവം കരുതും, ലാജിയെ ദൈവം അനുഗ്രഹിക്കും. ലാജി അനേകരെ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നാൽ നാട്ടിലെ പരിചയക്കാർക്ക്
ഓട്ടോ മേടിക്കുവാനും ടാക്സി വാഹനം മേടിക്കുവാനും എന്തെങ്കിലും ഇവിടുന്ന് അയച്ചു കൊടുക്കും സ്നേഹിതർക്ക്. രാജിക്ക് സ്നേഹിതരില്ലാത്ത സ്ഥലങ്ങൾ ചുരുക്കമാണ്. എന്റെ നാട് ഇടുക്കിയാണ്, എന്റെ തിരുമേനിക്ക് തന്നെ അറിയാം. പക്ഷെ ഇടുക്കിയിലും രാജിക്ക് സ്നേഹിതരുണ്ട്. ഇങ്ങനെ രാജിയുടെ സ്നേഹബന്ധം ഈ ലോകത്തിൽ ചെന്നിടത്തൊക്കെയും അത് നിലനിർത്തി രാജി ഒരിക്കൽ സംസാരിക്കുന്നവര് രാജി ഒരിക്കലും മറന്നു പോകത്തില്ല. രാജിയുടെ ഓർമ്മ നീതിമാന്റെ ഓർമ്മ വാഴുവിനായി തീരട്ടെ എന്ന് പറയുന്നത് പോലെ പ്രാർത്ഥനയിലൂടെ ശുശ്രൂഷയിലൂടെ രാജിയുടെ ഓർമ്മ വാഴുവിനായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഒരു വാക്കിൽ എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് രാജി ദൈവസന്നിധിയിലേക്ക് കടന്നുപോയത്. അതിനെ തുടർന്ന് ഇന്ന് വരെയുള്ള ദിവസങ്ങൾ, നാളെയും ഓരോ ദിവസങ്ങളും ബഹുമാനപ്പെട്ട അച്ഛന്മാര് ഈ കുടുംബത്തിന്റെ പിതാവായിട്ട് തന്നെ ഉള്ള MK കുര്യാക്കോസ്, സുജിത് അച്ഛൻ, അതുപോലെ ഓരോ ദിവസങ്ങളിൽ മത്തായി അച്ഛന്, എബി അച്ഛന്, ദാനിയേൽ ചമ്മാച്ചനെ, KK യോണച്ചനെ, അബു അച്ഛനെ, ഷിബു അച്ഛനെ, അങ്ങനെ സജി അച്ഛനെ, മറ്റ് സഭകളിലെ പാസ്റ്റർമാര്, അച്ഛന്മാര് ഇവരെല്ലാവരും ഭവനത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ ഗീവർഗീസ് അച്ഛനെ, എനിക്ക് പലരുടെയും പേരുകൾ വിട്ടുപോകുന്നെങ്കിൽ ക്ഷമിക്കണം. അതുപോലെ ഇന്ന് വന്ന നമ്മുടെ എല്ലാ വൈദിക ശ്രേഷ്ഠര്, ഇവരോടെല്ലാവരോടും നന്ദി സ്നേഹം അറിയിക്കുകയാണ്. ഇന്ന് സന്ധ്യ നമസ്കാരത്തിൽ അഭിമന്യ ഡയോസിസിന്റെ മെത്രാപ്പൊലീത്ത അഭിമന്യ സക്കറിയാമാർ നിക്കോളോസ് തിരുമേനി വന്നു. തിരുമനസ്സുകൊണ്ട് ആരാധന അർപ്പിച്ചാണ് ശുശ്രൂഷകളെന്ന് തുടങ്ങിയത്. തിരുമേനിക്ക് നന്ദി തൃപ്പാദങ്ങളിൽ അർപ്പിക്കുന്നു. അതുപോലെ അഭിമന്യ സക്കറിയാസ്മാർ അപ്പൻ തിരുമേനി ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് തിരുമേനിക്ക് എന്നെ അറിയാം. അങ്ങനെ ഒരു ബന്ധമാണ് തിരുമേനിക്കുള്ളത്. തിരുമേനിയുടെ സാന്നിധ്യം വലിയൊരു ദൈവഹിതമായിട്ട് ഞാൻ കാണുകയാണ്. തിരുമനസ് കൊണ്ട് ഇവിടെ എഴുന്നള്ളി വന്നു ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നു. തിരുമേനിക്കും കുടുംബനാമത്തിന്, ഇടവയുടെ നാമത്തിന് നന്ദി അറിയിക്കുകയാണ്. എല്ലാ വൈദികർക്കും രാജിയുടെ സ്നേഹിതരായി മാതാപിതാക്കളായി ഈ ഫിലാഡൽഫിയയിലെ ഡെലിവർ വാലി ഏരിയയിലുള്ള പള്ളികളിൽ നിന്ന്, ന്യൂയോർക്കിൽ നിന്ന്, പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും രാജിയോടുകൂടിയും കുടുംബാംഗങ്ങളോടുകൂടി ഉണ്ടായിരിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. നാളത്തെ ശുശ്രൂഷകരും എല്ലാവരും സംബന്ധിച്ച് ഈ കുടുംബത്തെ അനുഗ്രഹിക്കണം. പപ്പായ്ക്കും മമ്മിക്കും അനുവിനും ലിജിക്കും കുഞ്ഞുങ്ങൾക്കും കേസമോനും എല്ലാ കുടുംബാംഗങ്ങൾക്കും ദൈവം ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും രാജിയുടെ ആത്മശാന്തിക്ക് വേണ്ടി രാജി എന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും മറക്കാത്ത ഒരു പേരായി നിലനിൽക്കട്ടെ. എന്നും പരിശുദ്ധ കുർബാനയിൽ രാജിയുടെ പേര് എന്റെ കൂടെ കാണും. ഓരോ നിമിഷങ്ങളും രാജിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. രാജി അനുഗ്രഹത്തിന്റെ അനുഭവമായി മാലാഖമാരുടെ, സ്വർഗീയ മാലാഖമാരുടെ അനുഭവത്തിൽ എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി സ്നേഹവും. അഭിവന്യ ഡോക്ടർ സഖറിയാസ് മാർ അബ്രഹാം മെത്രാപ്പൊലീത്ത. ജലാലുദ്ദീൻ റൂമിയുടെ ഒരു വരി ഓർമ്മയിൽ വരികയാണ്. ഔട്ട് ബിയോണ്ട് ദ ഐഡിയാസ് ഓഫ് റൈറ്റ് ഡൂയിങ്സ് ആൻഡ് റോങ് ഡൂയിങ്സ് ദർ ഇസ് എ ഫീൽഡ് ആൻഡ് ഐ വിൽ മീറ്റ് യു ദെയർ. Out beyond the ideas of right doings and wrong doings, there is a field, and I will meet you there. Life, in fact, is a tossing between two precipices or two peaks of right doings and wrong doings. And we are trying to transcend the level of this ordinary mundane level to the level of where there is nothing called right or wrong. That is a place, that is a heavenly abode. ക്രിസ്തുവേശുവാകുന്ന കൂടാരം, ആ കൂടാരത്തിലാണ് ശരിതെറ്റുകൾ ഇല്ലാത്തത്. There is nothing called right doing or wrong doing, but there is only a reality that is life with the Spirit of God and dwells in Christ with the Spirit of God. There is only one way to look at the world, that is the eyes of love. സ്നേഹത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് മാത്രം കാണാൻ സാധിക്കുന്ന ആ നല്ല ഒരു ലോകം,
അവിടേക്കുള്ള ഒരു യാത്രയല്ലേ യഥാർത്ഥത്തിൽ ജീവിതം. ആ ജീവിതത്തിലുണ്ടാകുന്നൊരു ടോസിങ്, ആ ടോസിങ് യഥാർത്ഥത്തിൽ ഇതാണ്. ഈ റൈറ്റ് ഡൂയിങ്സ് ആൻഡ് റോങ് ഡൂയിങ്സ്, ഈ രണ്ട് അശൃംഖങ്ങൾക്ക് ഇടയിൽ കടന്നുകൊണ്ടുള്ള എ കൈൻഡ് ഓഫ് ടോസിങ്. എനിക്ക് തോന്നിയിട്ടുണ്ട് ദൈവം മനുഷ്യനെ ചില നേരത്തെ ഇങ്ങനെ തട്ടിക്കളിക്കുന്നു. 1000 കഷണങ്ങളായിട്ട്, ഈവൻ ദോ ദ മാൻ ഓർ ദ ഇൻഡിവിജ്വൽ ബിക്കംസ് 1000 pieces, 1000 കഷണങ്ങളായാലും അവനിങ്ങനെ തട്ടിക്കളിക്കും. ബട്ട് ഫോർ വാട്ട്? ടു അറ്റൈൻ ദറ്റ് ലെവൽ ഓഫ് എ ലെവൽ വെർ ദർ ഇസ് നത്തിങ് കോൾഡ് റൈറ്റ് ഡൂയിങ് ഓർ റോങ് ഡൂയിങ്. അതുകൊണ്ട് ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന പല കാഴ്ചകൾ, പ്രവർത്തനങ്ങൾ, നമ്മുടെ ചിന്താധാരകൾ, ഇതൊന്നും അല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ദിശയെ അല്ലെങ്കിൽ ലക്ഷ്യത്തെ നിർണ്ണയിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ലാജി വളരെ നമ്മുടെ ദൃഷ്ടിയിൽ അൺടൈംലി ഡെത്ത്, അസമയത്തുള്ള ഒരു യാത്രയാണ്. പക്ഷേ ആ യാത്രയുടെ പിറകിലൊരു ഉദ്ദേശമുണ്ട്. എന്താണ്? ഹി ഈസ് സീക്കിംഗ് ദ പ്ലേസ് വെർ ദർ ഈസ് നത്തിങ് കോൾഡ് റൈറ്റ് ഓർ റോങ്. ശരിതെറ്റുകളില്ലാത്തൊരു ലോകം, ആ ലോകത്ത് നിന്നുകൊണ്ട് ലോകത്തെ കാണുക, ഇതൊരു വലിയ ജീവിത വീക്ഷണമാണ്. ഇത് ഉൾക്കൊള്ളുവാനായിട്ട് നമ്മുടെ ദൃഷ്ടിയിൽ നമുക്ക് കഴിയുകയില്ല. പക്ഷേ ഇത് തിരിച്ചറിഞ്ഞ ചില ആളുകളുണ്ട്. അതിൽ വളരെ ശക്തനാണ് പൗലോസ്ലീഹ. അദ്ദേഹം പറയുകയാണ്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിലായിരിക്കുവാൻ ഞാൻ ഏറെ ആഗ്രഹിക്കുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിലാകുവാൻ ഞാൻ ഏറെ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഈ കൂടാരം അങ്ങ് പോകട്ടെ. ദിസ് ഇസ് an abode of right doings and wrong doings, but there is a field and there is an abode, heavenly abode. ആ സ്വർഗ കൂടാരത്തിൽ ശരിതെറ്റുകളില്ല. കർത്താവ് പറഞ്ഞു, അവിടെ യഥാർത്ഥത്തിൽ വിവാഹത്തിന് കൊടുക്കുന്നില്ല, വിവാഹം ചെയ്യുന്നില്ല, ഈ കാര്യങ്ങളൊന്നും തന്നെയില്ല. That means something beyond our intellectual or rational comprehension or understanding. And that is the field. And while we are there in that field, we can see the world and the society through the eyes of love and faith. വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കണ്ണുകൾ കൊണ്ട് ലോകത്തെ കാണാൻ സാധിക്കുന്ന ഒരവസ്ഥ. ആ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ മാലാഖമാരുടെ അവസ്ഥ, അല്ലെങ്കിൽ വിശുദ്ധരുടെ അവസ്ഥ. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നത്, അവര് ദൂതസംഘത്തോട് ചേർന്ന് വിശുദ്ധരോട് ചേർന്ന് പാർക്കുകയാണ് എന്നുള്ളത്. പക്ഷേ അതുകൊണ്ട് തീരുന്നില്ല. ആ ജീവിതവും കഴിഞ്ഞ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി അവർ കാത്തിരിക്കുന്നു. അവിടെയാണ് ദി അൺകണ്ടീഷണൽ മേഴ്സി ഓഫ് ഗോഡ് that is going to flow on each and every individual, so that we are all become the heirs of the eternal life and the kingdom of God. നമുക്കൊരു ചിന്തയുണ്ട്, ദൈവരാജ്യവും നിത്യജീവനും ഒക്കെ നമുക്കായിട്ട് മാത്രം മാറ്റിവെച്ചിരിക്കുകയാണ് എന്നുള്ളത്. പക്ഷേ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ആരുടേത് ശരി, ആരുടേത് തെറ്റ്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, there is a field where there is nothing called right or wrong. അതുകൊണ്ടാണ് ജലാലുദ്ദീൻ റൂമിയും മിസ്റ്റിക്കലായിട്ട് ഇങ്ങനെ പാടിയത്, I would like to go there that there is nothing called right or wrong. മനുഷ്യനെ വിലയിരുത്തുന്നത് നമ്മുടെ ശരിതെറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് സാധാരണഗതിയിൽ. പക്ഷേ ഈ ശരിതെറ്റുകൾക്ക് വിശകലനം ചെയ്യാനോ അനലൈസ് ചെയ്യാനോ ഉത്തരം കണ്ടെത്താനോ സാധിക്കാത്ത ചില സാഹചര്യങ്ങളുണ്ടാകും. ആ സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നമുക്ക് സാധിക്കുമോ എന്നൊരു ചിന്ത കൂടി നമുക്ക് വേണ്ടിയിരിക്കുന്നു. So the entire purpose of life is to transcend a realm of right and wrong, but to attain the realm of eternity, and that is God, and that is the heavenly abode. അതുകൊണ്ട്
വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അതിനുള്ള നമുക്ക് വേണ്ട ഇന്ധനം എന്താണ്? വാട്ട് ഈസ് എ ഫ്യൂൽ ടു അറ്റൈൻ ഓർ ടു റീച്ച് അറ്റ് ദാറ്റ് എൻഡ്? അതിനുള്ള ഊർജം എന്താണ്? കർത്താവ് പറയുകയാണ്, എൻ്റെ ശരീരം, എൻ്റെ രക്തം. എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ, എൻ്റെ രക്തം കുടിക്കുന്നവൻ, അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. So that is the field. And there is the field. Nothing called he or she or somebody or that kind of differentiation. അതുകൊണ്ടാണ് ശരിതെറ്റുകൾക്കപ്പുറത്തുള്ള ലോകത്തേക്കുള്ള ഒരു യാത്ര. So while we analyze an individual, when he lived in the world, we can see right things and wrong things, but that won't be the correct tool to evaluate that individual. മനുഷ്യനെ അളക്കുവാനുള്ള അളവുകോലുകൾ ശരിതെറ്റുകളെന്ന നമ്മുടെ അളവുകോലുകൾ അല്ല, മറിച്ച് കർത്താവ് പറയുന്നത് അതിനുള്ള വഴി, അതിനുള്ള മാർഗം, ഹാവ് കമ്മ്യൂണിയൻ വിത്ത് മൈ ബോഡി ആൻഡ് മൈ ബ്ലഡ്. എൻ്റെ ശരീരം ഭക്ഷിക്കുക, എൻ്റെ രക്തം കുടിക്കുക. അവൻ എന്നിലും ഞാൻ അവനെല്ലാം ജീവിക്കും. അങ്ങനെയാണെങ്കിൽ ഈവന്തോ അവൻ്റെ തെറ്റുകൾ, അവൻ ചെയ്ത കുറവുകൾ, അവൻ ചെയ്ത നന്മകൾ, ഇതൊന്നും ബാധിക്കാതെ ഈ ആത്യന്തികമായ നന്മയിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ദൃഷ്ടിയിൽ അൺടൈംലി എന്ന് തോന്നുന്ന ഈ മരണം അതിൻ്റെ പരിധി നിർണ്ണയിക്കാനോ ഡ്യൂറേഷൻ നിർണ്ണയിക്കാനോ ഒന്നുമുള്ള സാഹചര്യമായിട്ടോ അവസ്ഥയായിട്ടോ കാണാതെ, ഹൗ ടു അറ്റൈൻ ദാറ്റ് realm of eternity where there is nothing called right doing or wrong doing. അതിനുള്ള സാധ്യതയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം തന്നെ. ഈ ദുഃഖവും ഈ വേദനയും ഈ നൊമ്പരങ്ങളും ഒക്കെ കുറേയേറെ നാളുകൾ നീണ്ടു നിന്നേക്കാം. പക്ഷേ when we transcend all these tough times and miseries and painful experiences of life, then again we can think about that eternity, eternal life. ലാജി അങ്ങനെ ഒരു നല്ല യാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നോ തുടങ്ങിയ യാത്ര അതിനെയും തുടരുകയാണ്. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനിയുള്ള യാത്രയിൽ അവൻ്റെ കണ്ണുകൾ ഈ സാധാരണ കണ്ണുകളല്ല. അവൻ്റെ യാത്രയിൽ അവൻ കൊണ്ടുപോകുന്ന ശരീരം മർത്യശരീരമല്ല, ഈ കാണുന്ന ഫിസിക്കൽ ബോഡിയല്ല, മറിച്ച് there is a body that is spiritual and that is immaterial and that can transcend the limitations of space and time. And he will reach it there, no doubt. He will reach it there, that heavenly abode, that is Christ Jesus. അവിടെ എത്തിച്ചേരട്ടെ. പിതാക്കന്മാരുടെ പ്രാർത്ഥനയിൽ ഒരിടത്ത് എഴുതിയിട്ടുണ്ട്, കർത്താവേ, എൻ്റെ ആത്മാവ് എൻ്റെ ശരീരം വിട്ട് നിന്റെ മുമ്പാകെ വന്ന് നീ അതിന് ചെയ്തു കൊടുത്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും കൃപകൾക്കായിട്ടും നിന്റെ സന്നദ്ധിയിൽ കുമ്പിടുന്നത് വരെ വിശുദ്ധരുടെ സഹായം, മാലാഖമാരുടെ സഹായം അതിന് ഉണ്ടാകണമേ എന്നുള്ളത്. അത് നല്ലൊരു ഗാനമായി പാടുന്നു എന്നേ ഉള്ളൂ, ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ എന്നുള്ളത്. അങ്ങനെ ഒരു വലിയ സ്വർഗീയ സൈന്യത്തിൻ്റെ അകമ്പടിയോടെയുള്ള ലാജിയുടെ യാത്ര ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരട്ടെ. ആ സ്വർഗീയ ലക്ഷ്യം, ദ ultimate point where there is nothing called right or wrong, something beyond all intellectual or rational comprehension, and there he can experience the real joy or bliss of life, that is a life along with Christ Jesus and all the heavenly beings and saints and angels. I express my heartfelt condolences as well as offer my humble prayers on behalf of the Diocese of Southwest America. Thank you, Tirupeni. Tomorrow morning, 8:30 to 9 o'clock will be the family time. 9 o'clock to 10:30 will be wake and funeral service.
9 മണിക്ക് ആരംഭിക്കും. Please continue to pray. I want to take this opportunity to say one extra word of thanks to Mr. Daniel Thomas, who has been of great help in navigating through all these struggles that the family had during the past 1 week. ഇപ്പോൾ ശവസംസ്കാര ശുശ്രൂഷ 3ാമത്തെ ശുശ്രൂഷ നടത്തും. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കർത്താവേ നിനക്ക് സ്തുതി. പാപികളായ നടിയാരോട് കരുണയും രാജാവേ നിനക്ക് സ്തുതി പാർക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നിന്റെ വാഴ്ത്തപ്പെട്ടവരാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷയുള്ളവരുമേ. ആമീൻ. കരുണയുള്ള കർത്താവേ, നിന്നെ ഞങ്ങൾ അഭയം പ്രാപിച്ചുകൊണ്ട് നിന്റെ കൽപ്പന പ്രകാരം വാങ്ങിപ്പോയിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി അപേക്ഷിക്കുന്നു. കർത്താവെ, ദുഷ്ടന്മാരായ മത്സരക്കാരുടെ വലകളിൽ നിന്നും അദൃശ്യമായ അന്ധകാര സേനകളിൽ നിന്നും ഈ ദാസനെ സംരക്ഷിച്ച് നിധിമാന്മാരുടെ കൂട്ടത്തിൽ രക്ഷാസ്ഥാനത്ത് ചെന്നു ചേരുവാനും നിന്റെ വിശുദ്ധരോടൊന്നിച്ച് എന്നേക്കും വസിക്കുവാനും ഇവനെ യോഗ്യനാക്കുകയും ചെയ്യണമേ. സംരക്ഷകനാം നാഥാദേവാ പകലും തിരുമുൻപിൽ കേണേ പ്രാർത്ഥനയിൻ മോഹിച്ചന്നാമം സൗഭാഗ്യം
നാം എല്ലാവരും നമസ്കരിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഭവവും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ കയറ്റുവാൻ അടിയങ്ങൾ യോഗ്യരാകണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കവറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതി. തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായുസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ആദിയിൽ ഉണ്ടായിരുന്നവനെ പോലുള്ളവനും എന്നേക്ക് നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാഖമാരോടുകൂടെ ഒരുവാഴിക്കുന്നതിനുമായ മിശിഹാതമ്പുരാനെ, സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുമുമ്പാകെ പരിഭ്രമിച്ച് ഉറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മായ ക്രോപയന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണു പോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ചു ചേർന്നു പോയ സർവ ശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെയും സൃഷ്ടാവും നിർമ്മതാവും എന്ന നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചിട്ടുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമണവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിന് മുമ്പാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവം തമ്പുരാനെ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ ആ സമയത്ത് നിന്നുള്ള പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ നിന്റെ സഹോദരനെ നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന അവനെ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവാകൊണ്ട് അരുളി ചെയ്തിട്ടുള്ളതായ വചനം ഞങ്ങളിലും നിന്റെ ദാസനിൽ നിറവേറ്റണമേ. ഞങ്ങളുടെ പരേതരും നിന്റെ വലത്ത് ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുകുല സുബാൻ ലവൽമീ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നേക്കും കൈക്കൊള്ളുമാറാകട്ടെ. പൗലോസ് എഴുതി മൃതിമശിഹായിൽ പ്രാപിച്ചോരേ മരണം ബാധിക്കില്ലെന്നേവം മഹിമാനിദ്രാവശരായോർ വീണ്ടും ഘോഷിച്ചാൻ ശാസ്ത്രീശൻ ആർക്കുമാർ ബലവാനും മഹാകാരുണ്യവാനും ദയാലുമായ ദൈവമായ കർത്താവെ, തിരുസന്നിധിയിലേക്ക് നീ എടുത്തിരിക്കുന്നതിനാൽ ഇന്ദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരന് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ അണച്ചിരിക്കുന്ന ഈ ധൂപം കൈക്കൊണ്ട സ്വർഗീയ ഊർശലേമിൽ മോഹനീയ വാസസ്ഥലങ്ങളിൽ ഇവനെ ആശ്വസിപ്പിക്കുകയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും ഇവനെ അർഹനാക്കുകയും ചെയ്യണമേ. മോറൻ വാലോഖാൻ ലവൽമീൻ. നുകരുന്നൊരു കൊടുങ്കൈ പാണി മരണകാസ വരികമുടയോ നിന്നെ യാരായും നിന്നാൽമാവോടാലും ചൊല്ലും നേരം പാരം ഘോരം ഖേദകരം കണ്ണിലൊഴുകിക്കൊണ്ടാൽമാവോടും
ശാന്തിയോദ്ധാരത്തോളം തനുവേ നിവസിക്കാലേ ഞാൻ കർത്താവിയ നാളും ഞാൻ മോഹനസ്വരമന്ദിരമേ വാഴസുഭമേ Ruho Kadisho വാസനവേശുമ്പോൾ മഹോയി സൈനിക്കൊണ്ടാണമേ ഞാനോത്ഥാനത്തിൽ ഹാലേലൂയ ഹാലേലൂയ മെനോലം വാദാമിലോലം മീന വാസസ്ഥലം ധനവും ഭീകരസിംഹാസന സവിധം പുണ്യം നിന്മയോദയനാഥന്നിൽ നിർത്തണമേ ബലമായിവനേ നീയൻ സങ്കേതം മിത്രം ചാവിരളി പാതാളത്തിൽ നിശ്ചയമായാടൻ ദീപം ഞാൻ നിങ്ങളിൽ പോലും വ്യവഹാരിക ദൈവത്തെ ഓർപ്പിൻ നിങ്ങൾ വത്സരേ സാമ്യവാരിൻ താതന്മാരെ പ്രാർത്ഥിപ്പിൻ ഞാനിപ്പോൾ ദൈവം ചൊല്ലും സ്ഥാനം നോക്കി പോകുന്നു ശരണേ നിലവിലായോരാത്മത്തെ നിന്നുവൻ ശോഭിക്കും നാളിൽ നിർത്തണമേ ദാസന്നേകടമേ പുണ്യം നിന്മഹിമോദയതാൽ തന്നിൽ നിർത്തണമേ വലമായിരേ
മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹാലേലൂയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പോലെ ബറോവൽ റൂഹോ കാദീശോ ണത്താലേ നിൻ കൃപയിൽ രക്ഷകനെ ഗാത്രത്തെ ബറോവൽ റൂഹോ കാദീശോ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ ശരീരങ്ങളും ആമീൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടുകൂടെയും ദുഃഖത്തിലും വേദനയിലുമായിരിക്കുന്ന സകലരോടുകൂടെയും പ്രത്യേക ദൈവസന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്ന ഈ പ്രിയ മകൻ്റെ ആത്മാവോടുകൂടെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്നത്തെ പരിപാടിയിൽ all the worship is over for the day. Those who haven't got an opportunity to see the body, please come and കണ്ടവർ വെളിയിലേക്ക് ഇറങ്ങാം. Please come tomorrow morning. കണ്ടവർ മുൻപോട്ട് മൂവ് ചെയ്യണം so that people can come. മുൻപോട്ട് കടന്നു വന്ന് കണ്ടു കഴിഞ്ഞിട്ട് പള്ളിയുടെ നടുഭാഗത്തോടെ you can go to the back.
കണ്ടവർ വേഗം മുൻപോട്ട് പ്രൊസീഡ് ചെയ്യണം. നാളെ വരുന്നവരുണ്ടെങ്കിൽ യു ഹാവ് ദി ഓപ്പർച്യൂണിറ്റി ടു സീ ടുമാറോ ഓൾസോ. I request the pallbearers to come forward as the body has to be moved to the hearse. All the pallbearers, please come forward. കരുണ നിറഞ്ഞവനേ പുനരുത്ഥാനത്തിൽ നിന്നുടെ സൃഷ്ടിയെ നീ പുതുതാക്കിയിടണമേ നിന്നിൽ ശരണത്താൽ നിദ്രയിലായി നിന്റെ വരവിനു കാത്തിടും മൃതരിൽ കനിയണമേ അവരപരാഹത്തിൻ നെയുമേ സഹാക്കൂടെയും യാക്കോബിനുടെയും മടിയിൽ പാർക്കണമേ വന്നവനും വരുവോനും മൃതർ തന്നുയിരും സ്തുതനെന്നു ശരീരാത്മാക്കൾ പാടണമേ വന്നവനും വരുവോനും മൃതർ തന്നുയിരും സ്തുതനെന്നു ശരീരാത്മാക്കൾ കരുണ നിറഞ്ഞവനേ പുനരോ